Godspeed to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1: ആരുടെ മരണത്തിന് ശേഷം എന്ന രീതിയിലാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നത്? ആരുടെ മരണത്തിന് ശേഷം എന്ന രീതിയിലാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നത്? ഉത്തരം ജോഷുവയുടെ മരണത്തിന് ശേഷം. ചോദ്യം 2: ജോഷുവയുടെ മരണത്തിന് ശേഷം യുദ്ധം ചെയ്യുവാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാണ് ആരാഞ്ഞത്? ജോഷുവയുടെ മരണത്തിന് ശേഷം യുദ്ധം ചെയ്യുവാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത് ആരാണ്? ഉത്തരം ഇസ്രായേൽ ജനം. ജോഷുവയുടെ മരണത്തിന് ശേഷം യുദ്ധം ചെയ്യുവാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത്? ഇസ്രായേൽ ജനം. ചോദ്യം 3: കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യുവാൻ ആരാദ്യം പോകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം യൂദ. കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യുവാൻ ആരാദ്യം പോകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം യൂദ. ചോദ്യം 4: എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക എന്ന് യൂദ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ശിമെയോൻ. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക എന്ന് യൂദ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ശിമെയോൻ. ചോദ്യം 5: ആരോട് നമുക്ക് പോരാടാം എന്നാണ് യൂദ ശിമെയോനോട് പറഞ്ഞത്? ഉത്തരം കാനാന്യരോട്. ആരോട് നമുക്ക് പോരാടാം എന്നാണ് യൂദ ശിമെയോനോട് പറഞ്ഞത്? ഉത്തരം കാനാന്യരോട്. ചോദ്യം 6: ശിമെയോൻ്റെ കൂടെ പുറപ്പെട്ട യൂദ യുദ്ധം ചെയ്തു. ദൈവം ആരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ഉത്തരം കാനാന്യരെയും പെരിസ്യരെയും. ശിമെയോൻ്റെ കൂടെ പുറപ്പെട്ട് യൂദ യുദ്ധം ചെയ്തു. ദൈവം ആരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ഉത്തരം കാനാന്യരെയും പെരിസ്യരെയും. ചോദ്യം 7: യൂദ ശിമെയോൻ്റെ കൂടെ പുറപ്പെട്ട് 10,000 പേരെ എവിടെ വെച്ച് പരാജയപ്പെടുത്തി? ഉത്തരം ബെസേക്കിൽ. യൂദ ശിമെയോൻ്റെ കൂടെ പുറപ്പെട്ട് 10,000 പേരെ എവിടെ വെച്ച് പരാജയപ്പെടുത്തി? ഉത്തരം ബെസേക്കിൽ. യൂദ ശിമെയോൻ്റെ കൂടെ പുറപ്പെട്ട് 10,000 പേരെ എവിടെ വെച്ച് പരാജയപ്പെടുത്തി? ഉത്തരം ബെസേക്കിൽ. ചോദ്യം 8: യൂദ ശിമെയോൻ്റെ കൂടെ പിന്തുടർന്ന് അദോണി ബെസേക്കിൻ്റെ എന്താണ് മുറിച്ച് കളഞ്ഞത്? ഉത്തരം കൈകാലുകളുടെ പെരുവിരലുകൾ. യൂദ ശിമെയോൻ്റെ കൂടെ പിന്തുടർന്ന് അദോണി ബെസേക്കിൻ്റെ എന്താണ് മുറിച്ച് കളഞ്ഞത്? ഉത്തരം കൈകാലുകളുടെ പെരുവിരലുകൾ. ചോദ്യം 9: കൈകാലുകളുടെ പെരുവിരലുകൾ ചോദിക്കപ്പെട്ട എത്ര രാജാക്കന്മാർ തൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നുവെന്നാണ് അദോണി ബെസേക്ക് പറഞ്ഞത്? ഉത്തരം 70. കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാർ തൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നുവെന്നാണ് അദോണി ബെസേക്ക് പറഞ്ഞത്? ഉത്തരം 70. ചോദ്യം 10: ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അദോണി ബെസേക്ക്. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അദോണി ബെസേക്ക്. ചോദ്യം 11: അദോണി ബെസേക്ക് മരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ജെറുസലേം. അദോണി ബെസേക്ക് മരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ജെറുസലേമിൽ വെച്ച്. ഉത്തരം ഒരിക്കൽ കൂടി, ജെറുസലേമിൽ വെച്ച്. ചോദ്യം 12: ഏത് ഗോത്രക്കാർ ജെറുസലേമിനെതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി? ഏത് ഗോത്രക്കാർ ജെറുസലേമിനെതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി? ഉത്തരം യൂദാ ഗോത്രം. ഉത്തരം ഒരിക്കൽ കൂടി, യൂദാ ഗോത്രം. ചോദ്യം 13: ജെറുസലേം പിടിച്ചടക്കിയ ശേഷം യൂദാ ഗോത്രം എവിടെ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിക്കുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു? ഉത്തരം നെഗേബിൽ. ജെറുസലേം പിടിച്ചടക്കിയ ശേഷം യൂദാ ഗോത്രം എവിടെ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിക്കുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു? ഉത്തരം നെഗേബിൽ. ചോദ്യം 14: ഹെബ്രോണിൽ താമസിച്ചിരുന്ന ആരോട് യൂദാ ഗോത്രം യുദ്ധം ചെയ്തു? ഉത്തരം കാനാന്യർ. ഹെബ്രോണിൽ താമസിച്ചിരുന്ന ആരോട് യൂദാ ഗോത്രം യുദ്ധം ചെയ്തു? ഉത്തരം കാനാന്യർ. ചോദ്യം 15: ഹെബ്രോൺ പണ്ട് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? കിര്യാത്ത് അർബ. ഹെബ്രോൺ പണ്ട് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഉത്തരം
കിരിയാത്ത് അർബ. ഉത്തരം ഒരിക്കൽ കൂടി, കിരിയാത്ത് അർബ. ചോദ്യം 16. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്ത് ആരെ പരാജയപ്പെടുത്തിയെന്നാണ് ന്യായാധിപന്മാർ 1:10 കാണുന്നത്? ഉത്തരം ഷെഷായി, അഹിമാൻ, തൽമായി. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്ത് ആരെ പരാജയപ്പെടുത്തിയെന്നാണ് ന്യായാധിപൻ 1:10 കാണുന്നത്? ഷെഷായി, അഹിമാൻ, തൽമായി. ചോദ്യം 17. യൂദാ ഗോത്രക്കാർ ഹെബ്രോണിന് ശേഷം യുദ്ധം ചെയ്തത് ഏത് ദേശക്കാരോടാണ്? ഉത്തരം ദബീർ. യൂദാ ഗോത്രക്കാർ ഹെബ്രോണിന് ശേഷം യുദ്ധം ചെയ്തത് ഏത് ദേശക്കാരോടാണ്? ഉത്തരം ദബീർ. ചോദ്യം 18. ദബീറിൻ്റെ പഴയ പേരെന്താണ്? ഉത്തരം കിരിയാത്ത് സേഫർ. ദബീറിൻ്റെ പഴയ പേരെന്താണ്? ഉത്തരം കിരിയാത്ത് സേഫർ. 11ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. ഓരോ ചോദ്യത്തിൻ്റെ ബ്രാക്കറ്റിലുള്ള നമ്പർ അതിൻ്റെ വാക്യങ്ങളാണ്. ചോദ്യം 19. കിരിയാത്ത് സഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് തൻ്റെ മകളെ ഭാര്യയായി നൽകുമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കാലേബ്. കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് തൻ്റെ മകളെ ഭാര്യയായി നൽകുമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കാലേബ്. ഉത്തരം ഒരിക്കൽ കൂടി, കാലേബ്. ചോദ്യം 20. കെനാസിൻ്റെ പുത്രൻ്റെ പേര്? ഉത്തരം ഒത്നിയേൽ. കെനാസിൻ്റെ പുത്രൻ്റെ പേര്? ഉത്തരം ഒത്നിയേൽ. ചോദ്യം 21. കാലേബിൻ്റെ ഇളയ സഹോദരൻ്റെ പേര്? കെനാസ്. ചോദ്യം 21. കാലേബിൻ്റെ ഇളയ സഹോദരൻ ആരാണ്? ഉത്തരം കെനാസ്. ചോദ്യം 22. കെനാസിൻ്റെ പുത്രൻ്റെ പേര്? ഒത്നിയേൽ. കെനാസിൻ്റെ പുത്രൻ ആരാണ്? ഉത്തരം ഒത്നിയേൽ. കെനാസിൻ്റെ പുത്രൻ്റെ പേര് എന്താണ്, അല്ലെങ്കിൽ കെനാസിൻ്റെ പുത്രൻ ആരാണ്? ഉത്തരം ഒത്നിയേൽ. ചോദ്യം 23. കാലേബ് അക്സായെ ആർക്ക് ഭാര്യയായി നൽകി? ഉത്തരം ഒത്നിയേൽ. കാലേബ് അക്സായെ ആർക്ക് ഭാര്യയായി നൽകി? ഉത്തരം ഒത്നിയേൽ. കാലേബ് അക്സായെ ആർക്ക് ഭാര്യയായി നൽകി? ഉത്തരം ഒത്നിയേൽ. ചോദ്യം 24. കിരിയാത്ത് സേഫർ കീഴടക്കി അതുവഴി ഭാര്യയെ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഒത്നിയേലിന്. കിരിയാത്ത് സേഫർ കീഴടക്കിയ വഴി ഭാര്യയെ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഒത്നിയേലിന്. ചോദ്യം 25. ഒത്നിയേലിൻ്റെ അടുത്ത് ചെന്ന് ഭാര്യ തൻ്റെ പിതാവിനോട് എന്ത് ആവശ്യപ്പെടാൻ നിർബന്ധിച്ചു? ഉത്തരം ഒരു വയൽ. ഒത്നിയേലിൻ്റെ അടുത്ത് ചെന്ന് ഭാര്യ തൻ്റെ പിതാവിനോട് എന്ത് ആവശ്യപ്പെടാനാണ് നിർദ്ദേശിച്ചത്? ഉത്തരം ഒരു വയൽ. ഉത്തരം ഒരിക്കൽ കൂടി, ഒരു വയൽ. ചോദ്യം 26. നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കാലേബ് മകളോട് ചോദിച്ചത് അവൾ എവിടെ നിന്ന് ഇറങ്ങവെയാണ്? ഉത്തരം കഴുതപ്പുറത്ത് നിന്ന്. നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കാലേബ് മകളോട് ചോദിച്ചത് അവൾ എവിടെ നിന്ന് ഇറങ്ങവെയാണ്? ഉത്തരം കഴുതപ്പുറത്ത് നിന്ന്. ഉത്തരം ഒരിക്കൽ കൂടി, കഴുതപ്പുറത്ത് നിന്ന്. ചോദ്യം 27. എനിക്കൊരു സമ്മാനം തരിക എന്ന് കാലേബിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം മകൾ അക്സ. എനിക്കൊരു സമ്മാനം തരിക എന്ന് കാലേബിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം മകൾ അക്സ. വാക്യം 15ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. ചോദ്യം 28. എനിക്കൊരു സമ്മാനം തരിക ഡാഷിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത്? ഉത്തരം നെഗേബിൽ. എനിക്കൊരു സമ്മാനം തരിക ഡാഷിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത്? ഉത്തരം നെഗബിൽ. ചോദ്യം 29. എനിക്കൊരു സമ്മാനം തരിക നെഗബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് ആരോട് പറഞ്ഞു? ഉത്തരം അക്സ കാലേബിനോട്. ചോദ്യം 30. നെഗബിൽ പാർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് തരണമെന്നാണ് മകൾ കാലേബിനോട് പറഞ്ഞത്? ഏതാനും നീർച്ചാലുകൾ. നെഗബിൽ പാർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് തരണമെന്നാണ് മകൾ കാലേബിനോട് പറഞ്ഞത്? ഉത്തരം. ചോദ്യം 31. കാലേബ് മകൾക്ക് എവിടെ നീർച്ചാലുകൾ വിട്ടുകൊടുത്തു? ഉത്തരം മലയിലും താഴ്വരയിലും. കാലേബ് മകൾക്ക് എവിടെ നീർച്ചാലുകൾ വിട്ടുകൊടുത്തു? ഉത്തരം മലയിലും താഴ്വരയിലും. ചോദ്യം 32. മോശയുടെ അമ്മായപ്പനായ ആരുടെ പിൻഗാമികൾ എന്നാണ് ന്യായാധിപൻ 1:16 പറയുന്നത്? ഉത്തരം കേനൻ്റെ. ചോദ്യം 32.
ചോദ്യം 33. മോശയുടെ അമ്മായിയപ്പൻ്റെ പിൻഗാമികൾ ഏത് ഗോത്രക്കാരുടെ കൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് യൂദാ മരുഭൂമിയിലേക്ക് പോയി? ഉത്തരം യൂദാ ഗോത്രക്കാരുടെ കൂടെ. ചോദ്യം 34. എവിടെയുള്ള യൂദാ മരുഭൂമിയിലേക്കാണ് മോശയുടെ അമ്മായിയപ്പൻ്റെ പിൻഗാമികൾ പോയത്? ഉത്തരം നെഗേബിൽ ആരാദിന് സമീപമുള്ള. ചോദ്യം 35. യൂദാ ശിമെയോനോടൊപ്പം സെഫാത്ത് നിവാസികളായ ആരെ പരാജയപ്പെടുത്തിയതിനു ശേഷം നശിപ്പിച്ചു? ഉത്തരം കാനോന്യരെ. യൂദാ ശിമെയോനോടൊപ്പം സെഫാത്ത് നിവാസികളായ ആരെ പരാജയപ്പെടുത്തിയതിനു ശേഷം നശിപ്പിച്ചു? ഉത്തരം കാനോന്യരെ. ചോദ്യം 36. ഗാസ, അസ്കലോൺ, ഡാഷ് എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂദാ കൈവശപ്പെടുത്തി. ഉത്തരം എക്രോൺ. ചോദ്യം 37. കർത്താവ് ആരോടുകൂടി ഉണ്ടായിരിക്കുന്നു എന്നാണ് ന്യായാധിപന്മാർ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്? ഉത്തരം യൂദായോടും ജോസഫിനോടും. ജോസഫ്. യൂദായെക്കുറിച്ച് 19-ാമത്തെ വാക്യത്തിലും ജോസഫിനെക്കുറിച്ച് 22-ാമത്തെ വാക്യത്തിലും. ചോദ്യം 38. കർത്താവ് യൂദായോടുകൂടെ ഉണ്ടായിരുന്നു, അവർ ഡാഷ് കൈവശമാക്കി? ഉത്തരം മലമ്പ്രദേശങ്ങൾ. താഴ്വര നിവാസികൾക്ക് എന്തുണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ യൂദായ്ക്ക് കഴിഞ്ഞില്ല? ഉത്തരം ഇരുമ്പ് രഥങ്ങൾ. താഴ്വര നിവാസികൾക്ക് എന്തുണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ യൂദായ്ക്ക് കഴിഞ്ഞില്ല? ഉത്തരം ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ. ചോദ്യം 40. ആര് പറഞ്ഞിരുന്നത് പോലെ ഹെബ്രോൻ കാലേബിന് കൊടുത്തു? ഉത്തരം മോശ പറഞ്ഞിരുന്നത് പോലെ ഹെബ്രോൻ കാലേബിന് കൊടുത്തു. ചോദ്യം 41. ഹെബ്രോണിൽ നിന്ന് ആരുടെ 3 പുത്രന്മാരെ കാലേബ് പുറത്താക്കി? ഉത്തരം അനാക്കിൻ്റെ. ഹെബ്രോണിൽ നിന്ന് ആരുടെ 3 പുത്രന്മാരെ കാലേബ് പുറത്താക്കി? ഉത്തരം അനാക്കിൻ്റെ. ചോദ്യം 42. ഏത് ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിരെ പുറത്താക്കിയില്ല? ഉത്തരം ബെഞ്ചമിൻ. ഏത് ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിരെ പുറത്താക്കിയില്ല? ഉത്തരം ബെഞ്ചമിൻ. ഏത് ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിരെ പുറത്താക്കിയില്ല? ഉത്തരം ബെഞ്ചമിൻ. ചോദ്യം 43. ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം എവിടെ താമസിക്കുന്നു? ഉത്തരം ജെറുസലേമിൽ. ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം എവിടെ താമസിക്കുന്നു? ഉത്തരം ജെറുസലേമിൽ. ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം എവിടെ താമസിക്കുന്നു? ഉത്തരം ജെറുസലേമിൽ. ചോദ്യം 44. ബെഥേലിനെതിരെ ഏത് ഗോത്രം പുറപ്പെട്ടു? ഉത്തരം ജോസഫിൻ്റെ ഗോത്രം. 44-ാമത്തെ ചോദ്യം. ബെഥേലിനെതിരെ ഏത് ഗോത്രം പുറപ്പെട്ടു? ജോസഫിൻ്റെ. 22-ാമത്തെ വാക്യത്തിലുള്ള ചോദ്യമാണ്. ബെഥേലിനെതിരെ ഏത് ഗോത്രമാണ് പുറപ്പെട്ടത്? ഉത്തരം ജോസഫിൻ്റെ. ചോദ്യം 45. അവർ ബെഥേൽ ഒറ്റുനോക്കാൻ ആൾ അയച്ചു, ആര്? ഉത്തരം ജോസഫിൻ്റെ ഗോത്രം. അവർ ബെഥേൽ ഒറ്റുനോക്കാൻ ആൾ അയച്ചു, ആര്? ഉത്തരം ജോസഫിൻ്റെ ഗോത്രം. ചോദ്യം 46. ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്, ഏത്? ഉത്തരം ബെഥേൽ. ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്, ഉത്തരം ബെഥേൽ. ചോദ്യം 47. ലൂസ് നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് കണ്ടത് ആരാണ്? ഉത്തരം ചാരന്മാർ. ലൂസ് നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് കണ്ടത് ആരാണ്? ഉത്തരം ചാരന്മാർ. ചോദ്യം 48. നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക, എങ്കിൽ നിശ്ചയമായി ഞങ്ങൾ ഡാഷ് വർദ്ധിക്കും. ഉത്തരം നിന്നോട് ദയാപൂർവം വർദ്ധിക്കും. നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക, എങ്കിൽ നിശ്ചയമായി ഞങ്ങൾ ഡാഷ് വർദ്ധിക്കും. ഉത്തരം നിന്നോട് ദയാപൂർവം വർദ്ധിക്കും. ചോദ്യം 49. അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു, അവർ ഡാഷ് നഗരത്തെ വാളിനിരയാക്കി. അവർ നഗരത്തെ വാളിനിരയാക്കി. ചോദ്യം 50. ബെഥേൽ വാളിനിരയാക്കിയപ്പോൾ വെറുതെ വിട്ട ആൾ ആരുടെ നാട്ടിൽ ചെന്ന് അവിടുത്തെ നഗരം പണിത് ലൂസ് എന്ന് പേരിട്ടു? ഉത്തരം ഹിത്യരുടെ. ഉത്തരം ഹിത്യരുടെ.
ഇന്നും ആ പേരിൽ അത് അറിയപ്പെടുന്നു എന്ന് ന്യായാധിപൻ ഒന്നിൽ പറയുന്നത് ഏതാണ്? ഉത്തരം ലൂസ് നഗരം. ഇന്നും ആ പേരിൽ അത് അറിയപ്പെടുന്നു എന്ന് ന്യായാധിപൻ ഒന്നിൽ പറയുന്നത് ഏതാണ്? ഉത്തരം ലൂസ്. 26ാമത്തെ വാക്യത്തിൽ. ചോദ്യം 52. ബെത്ഷയാൻ, താനാക്ക്, ദോർ, ഇബാലയ, മെഗീദോ എന്നിവിടങ്ങളിലെ നിവാസികളെ ആര് പുറത്താക്കിയില്ല? ഉത്തരം മനാസെ. ചോദ്യം 53. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ ആരെക്കൊണ്ട് അടിമവേലി ചെയ്യിപ്പിച്ചു എന്ന് ന്യായാധിപൻ ഒന്നിൽ പറയുന്നു? ഉത്തരം കാനാൻകാരെ. ചോദ്യം 54. എഫ്രായിം ഗോത്രം ഏത് നിവാസികളായ കാനാന്യരെ പുറത്താക്കിയില്ല? ഉത്തരം ഗസ്സേർ. എഫ്രായിം ഗോത്രം ഏത് നിവാസികളായ കാനാന്യരെ പുറത്താക്കിയില്ല? ഉത്തരം ഗസ്സേർ. ചോദ്യം 55. ഏത് ഗോത്രം കിദാർ, നഹലാൽ എന്നീ നഗരനിവാസികളെ പുറത്താക്കിയില്ല? ഉത്തരം സെബുലൂൺ. ചോദ്യം 57. അമോര്യർ ഏത് ഗോത്രത്തെ മലപ്രദേശത്തേക്ക് തള്ളിവിട്ടു? ഉത്തരം ദാൻ. അമോര്യർ ഏത് ഗോത്രത്തെ മലപ്രദേശത്തേക്ക് തള്ളിവിട്ടു? ഉത്തരം ദാൻ. ചോദ്യം 58. എവിടേക്ക് നീങ്ങുന്നതിന് ഒരാൾ ദാൻ ഗോത്രത്തെ അമോര്യർ അനുവദിച്ചില്ല? ഉത്തരം താഴ്വരയിലേക്ക് നീങ്ങുന്നതിന്. എവിടേക്ക് നീങ്ങുന്നതിന് ദാൻ ഗോത്രത്തെ അമോര്യർ അനുവദിച്ചില്ല? ഉത്തരം താഴ്വരയിലേക്ക് നീങ്ങുന്നതിന്. ചോദ്യം 59. ഹാർഹെറസിലും അയോലോണിലും ഷാൽബീമിലും താമസം തുടർന്നത് ആരാണ്? ഉത്തരം അമോര്യർ. ഉത്തരം ഒരിക്കൽ കൂടി അമോര്യർ. ചോദ്യം 60. ഏത് ഗോത്രം ശക്തിപ്പെട്ടാണ് അമോര്യർ അടിമകളായി തീർന്നത്? ഉത്തരം ജോസഫ് ഗോത്രം. ഏത് ഗോത്രം ശക്തിപ്പെട്ടാണ് അമോര്യർ അടിമകളായി തീർന്നത്? ഉത്തരം ജോസഫ് ഗോത്രം. ചോദ്യം 61. ആരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രാസിം കയറ്റം വരെയായിരുന്നു? ഉത്തരം അമോര്യരുടെ. നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ജോഷുവയെ അടക്കിയ തിംനാത്ത് ഹെറസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ. ജോഷുവയെ അടക്കിയ തിംനാത്ത് ഹെറസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ. ചോദ്യം 2. 2-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം കർത്താവിന് ബലിയർപ്പിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ബോഖീം. 2-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം കർത്താവിന് ബലിയർപ്പിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ബോഖീം. ചോദ്യം 3. ന്യായാധിപന്മാർ 2:8 ജോഷുവയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ജോഷുവ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ജോഷുവയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ജോഷുവ. ചോദ്യം 4. ജോഷുവയുടെ മരണശേഷം വന്ന തലമുറ എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ. ജോഷുവയുടെ മരണശേഷം വന്ന തലമുറ എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ. ചോദ്യം 5. കർത്താവ് ഇസ്രായേലിനെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത് അവർ ആരെ സേവിച്ചപ്പോഴാണ്? ഉത്തരം ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. കർത്താവ് ഇസ്രായേലിനെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ബാൽ ദേവന്മാരെയും അസ്താർത്ത ദേവതകളെയും സേവിച്ചപ്പോൾ. ചോദ്യം 6. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തുവെന്ന് ന്യായാധിപൻ 2:11 പരാമർശിക്കുന്ന തിന്മ ഏതാണ്? ഉത്തരം ബാൽ ദേവന്മാരെ സേവിച്ചു. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തുവെന്ന് ന്യായാധിപൻ 2:11 പരാമർശിക്കുന്ന തിന്മ ബാൽ ദേവന്മാരെ സേവിച്ചു. ചോദ്യം 7. ഇസ്രായേൽ ജനം അവയ്ക്ക് മുമ്പിൽ കുമ്പിട്ടു എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ മുമ്പിൽ. ഇസ്രായേൽ ജനം അവയ്ക്ക് മുമ്പിൽ കുമ്പിട്ടു എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ മുമ്പിൽ.
ചോദ്യം 8. ഇസ്രായേലിനെ എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തത് ആരോടാണ്? 2 അധ്യായം 14 വാക്യത്തിൽ ഇസ്രായേലിന് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തത് ആരോടാണ്? ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കളോട്. ഇസ്രായേലിനെ എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തത് ആരോടാണ്? 2 അധ്യായം 14 വാക്യം അനുസരിച്ച് ചുറ്റുമുള്ള ശത്രുക്കളോട്. ചോദ്യം 9. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച ആരെക്കുറിച്ചാണ് ന്യായാധിപൻ 2:17 പറയുന്നത്? ഉത്തരം പിതാക്കന്മാർ. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച ആരെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 2 അധ്യായം 17 വാക്യത്തിൽ പറയുന്നത്? ഉത്തരം പിതാക്കന്മാർ. ചോദ്യം 10. ന്യായാധിപന്മാർ ഇസ്രായേലിനെ രക്ഷിച്ചത് എന്തിൽ നിന്നാണ്? ഉത്തരം കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്നും. ന്യായാധിപന്മാർ ഇസ്രായേലിനെ രക്ഷിച്ചത് എന്തിൽ നിന്നാണ്? ഉത്തരം കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്നും. ചോദ്യം 11. ന്യായാധിപന്മാരുടെ കാലത്ത് കർത്താവ് ആരുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചു? ഉത്തരം ശത്രുക്കളുടെ. ന്യായാധിപന്മാരുടെ കാലത്ത് കർത്താവ് ആരുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചു? ഉത്തരം ശത്രുക്കളുടെ. ന്യായാധിപന്മാരുടെ കാലത്ത് കർത്താവ് ആരുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചു? ഉത്തരം ശത്രുക്കളുടെ. ചോദ്യം 12. 2 അധ്യായത്തിൽ കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. വാക്യ നമ്പറുകൾ ഏതൊക്കെയാണ്? ഉത്തരം 2:14 2:20. 2 സ്ഥലങ്ങളിലാണ് കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു എന്ന് പറയാതെ 2:14 2:20. 2 അധ്യായത്തിൽ കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. വാക്യ നമ്പറുകൾ 2:14 2:20. ചോദ്യം 13. ഇസ്രായേൽ ജനം എന്ത് ലംഘിച്ചു എന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം ഇസ്രായേൽ ജനത്തിൻ്റെ പിതാക്കന്മാരുടെ കർത്താവ് ചെയ്ത ഉടമ്പടി ലംഘിച്ചു എന്ന്. ഇസ്രായേൽ ജനത്തിൻ്റെ പിതാക്കന്മാരുടെ കർത്താവ് ചെയ്ത ഉടമ്പടി. ഇസ്രായേൽ ജനം എന്ത് ലംഘിച്ചു എന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം ഇസ്രായേൽ ജനത്തിൻ്റെ പിതാക്കന്മാരുടെ കർത്താവ് ചെയ്ത ഉടമ്പടി. ചോദ്യം 14. ഇസ്രായേൽ ജനം അനുസരിച്ചില്ല എന്ന് 2:2 2:20 പറയുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ കൽപ്പന, അതുപോലെ തന്നെ കർത്താവിൻ്റെ വാക്കുകൾ. ഇസ്രായേൽ ജനം അനുസരിച്ചില്ല എന്ന് 2:2 2:20 പറയുന്നത് എന്താണ്? ഉത്തരം കർത്താവിൻ്റെ കൽപ്പനയും കർത്താവിൻ്റെ വാക്കുകളും. ചോദ്യം 15. 2:22 അനുസരിച്ച് തങ്ങളുടെ പിതാക്കന്മാരെ പോലെ എന്ത് ചെയ്യാനാണ് ഇസ്രായേൽ ശ്രദ്ധിക്കേണ്ടത്? ഉത്തരം കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ. ഉത്തരം കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ. 2:22 അനുസരിച്ച് തങ്ങളുടെ പിതാക്കന്മാരെ പോലെ എന്ത് ചെയ്യാനാണ് ഇസ്രായേൽ ശ്രദ്ധിക്കേണ്ടത്? ചോദ്യം 16. ന്യായാധിപന്മാരുടെ 2 അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? ഉത്തരം 23 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 2 അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? ഉത്തരം 23 വാക്യങ്ങൾ. ഇനി അല്പം പൂരിപ്പിക്കാനുള്ള ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 17. കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ ഡാഷ്. ഉത്തരം കരഞ്ഞു. കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. 2 അധ്യായം 4 വാക്യത്തിലാണ് ഈ വചനം കാണുക. കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. ചോദ്യം 18. കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ഡാഷ് 110 വയസ്സിൽ മരിച്ചു. ഉത്തരം ജോഷുവ. കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ഡാഷ് 110 വയസ്സിൽ മരിച്ചു. ഉത്തരം ജോഷുവ. 2 അധ്യായം 9 വാക്യത്തിലാണ് ഇത് കാണുക. ചോദ്യം 19. അവനെ കാഷ് പർവ്വതത്തിന് വടക്ക് ഡാഷ് മലനാട്ടിൽ തിമ്നാത്ത് ഹെറസിൽ അവൻ്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി. അവനെ ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ തിമ്നാത്ത് ഹെറസിൽ അവൻ്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി. ചോദ്യം 20. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു ഡാഷ് ദേവന്മാരെ സേവിച്ചു. ഉത്തരം ബാൽ. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു ഡാഷ് ദേവന്മാരെ സേവിച്ചു. ഉത്തരം ബാൽ. ചോദ്യം 21. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു, അവിടുന്ന് അവരെ ഡാഷ് ഏൽപ്പിച്ചു കൊടുത്തു. ഉത്തരം കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു, അവിടുന്ന് അവരെ ഡാഷ് ഏൽപ്പിച്ചു കൊടുത്തു. ഉത്തരം കവർച്ചക്കാർക്ക്. ചോദ്യം 22. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. ഉത്തരം കർത്താവ്. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു.
ചോദ്യം 23. ന്യായാധിപന്മാരെ നിയമിച്ചവരൊക്കെ കർത്താവ് അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ഡാഷ് കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. ഉത്തരം ശത്രുക്കളുടെ. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. ചോദ്യം 24. തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ ഡാഷ് ജനിച്ചിരുന്നു. ഉത്തരം അനുകമ്പ. തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ ഡാഷ് ജനിച്ചിരുന്നു. ഉത്തരം അനുകമ്പ. ചോദ്യം 25. അവിടുന്ന് പറഞ്ഞു, ഈ ജനം അവരുടെ ഡാഷ് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു പിതാക്കന്മാരോട്. അവിടുന്ന് പറഞ്ഞു, ഈ ജനം അവരുടെ ഡാഷ് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. ചോദ്യം 26. ഡാഷ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷുവയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. ഉത്തരം കർത്താവ്. ചോദ്യം 26. കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷുവയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. ചോദ്യം 27. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഡാഷ് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ഉത്തരം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ചോദ്യം 27. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഡാഷിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ഉത്തരം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. എന്ത് സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെയാണ് കർത്താവ് പരീക്ഷിച്ചത്? എന്ത് സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെയാണ് കർത്താവ് പരീക്ഷിച്ചത്? ഉത്തരം കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയമില്ലാത്ത. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയമില്ലാത്ത. ചോദ്യം 2. ബാൽ ഹെർമോൻ മലമുകൾ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്നവരാരാണ്? ഉത്തരം ഹിവ്യർ. ബാൽ ഹെർമോൻ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്നവരാരാണ്? ഉത്തരം ഹിവ്യർ. ചോദ്യം 3. മെസപ്പട്ടോമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിച്ച ന്യായാധിപൻ ആര്? ഉത്തരം കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേൽ. കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേൽ. ചോദ്യം 4. കുഷാൻ റിഷാത്തായിമിനെ ഇസ്രായേൽ എത്ര വർഷം സേവിച്ചു? ഉത്തരം 8 വർഷം. കുഷാൻ റിഷാത്തായിമിനെ ഇസ്രായേൽ എത്ര വർഷം സേവിച്ചു? ഉത്തരം 8 വർഷം. ചോദ്യം 5. ഒത്നിയേൽ ഇസ്രായേലിൽ ന്യായവിധി നടത്തിയത് എപ്പോൾ? കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ. ഒത്നിയേൽ ഇസ്രായേലിൽ ന്യായവിധി നടത്തിയതെപ്പോൾ? ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ. ചോദ്യം 7. ഇസ്രായേൽ യേഹൂദ് വംശം കാഴ്ച കൊടുത്തയച്ചത് ആർക്കാണ്? ചോദ്യം മോബാബ് രാജാവായ എഗ്ലോണ്. മൊബാബ് രാജാവായ എഗ്ലോണിന്. ചോദ്യം 8. യേഹൂദ് മൊബാബ് രാജാവിനെ വയറ്റിൽ കുത്തുന്നതിന് മുമ്പ് രാജാവിനോട് എന്താണ് സംസാരിച്ചത്? ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. യേഹൂദ് മൊബാബ് രാജാവിനെ വയറ്റിൽ കുത്തുന്നതിന് മുമ്പ് രാജാവിനോട് എന്താണ് സംസാരിച്ചത്? ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. ചോദ്യം 10. ഇസ്രായേലിലെ ആദ്യത്തെ 3 ന്യായാധിപന്മാരുടെ പേരെഴുതുക. ഉത്തരം ഒത്നിയേൽ, യേഹൂദ്, ഷംഗാർ. ഒത്നിയേൽ, യേഹൂദ്, ഷംഗാർ. ചോദ്യം 11. എഗ്ലോൺ രാജാവ് എവിടെ മരിച്ചു കിടക്കുന്നതാണ് പരിചാരകർ കണ്ടത്? ഉത്തരം വേനൽക്കാല വസതിയുടെ തറയിൽ. എഗ്ലോൺ രാജാവ് എവിടെ മരിച്ചു കിടക്കുന്നതാണ് പരിചാരകർ കണ്ടത്? ഉത്തരം വേനൽക്കാല വസതിയുടെ തറയിൽ. ചോദ്യം 12. ജോർദാൻ്റെ കടവുകൾ എവിടെയാണ്? ഉത്തരം മൊബാബിനെതിരെ. ജോർദാൻ്റെ കടവുകൾ എവിടെയാണ്? ഉത്തരം മൊബാബിനെതിരെ. 12ാമത്തെ ചോദ്യം. ജോർദാൻ്റെ കടവുകൾ എവിടെയാണ്? ഉത്തരം
മൊബാവിന് എതിരെ. ചോദ്യം 13. ഇസ്രായേൽ ജനം എഗ്ലോൺ രാജാവിനെ എത്ര വർഷമാണ് സേവിച്ചത്? ചോദ്യം 13. ഇസ്രായേൽ ജനം എഗ്ലോൺ രാജാവിനെ എത്ര വർഷമാണ് സേവിച്ചത്? ഉത്തരം 18 വർഷം. ഇസ്രായേൽ ജനം എഗ്ലോൺ രാജാവിനെ എത്ര വർഷം സേവിച്ചു? ഉത്തരം 18 വർഷം. ചോദ്യം 14. ഷംഗാർ കൊന്നത് ആരെ എന്നാണ് 3:31 പറയുന്നത്? ഉത്തരം 600 ഫിലിസ്തീനെ. ഷംഗാർ കൊന്നത് ആരെ എന്നാണ് 3:31 വാക്യത്തിൽ പറയുന്നത്? ഉത്തരം 600 ഫിലിസ്തീനെ. ചോദ്യം 15. യേഹൂദിൻ്റെ ന്യായപാലനം എത്ര വർഷമായിരുന്നു? ഉത്തരം 80 വർഷം. ചോദ്യം 15. യേഹൂദിൻ്റെ ന്യായപാലനം എത്ര വർഷക്കാലമായിരുന്നു? ഉത്തരം 80 വർഷക്കാലം. ചോദ്യം 16. ന്യായാധിപന്മാരുടെ 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 33. ന്യായാധിപന്മാരുടെ 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31 വാക്യങ്ങൾ. അടുത്തതായിട്ട് പൂരിപ്പിക്കാനുള്ള ചോദ്യഭാഗങ്ങളാണ്. ചോദ്യം 17. ഡാഷ് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു? ഉത്തരം കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു. ചോദ്യം 18. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഡാഷ് പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു? ഉത്തരം ഇസ്രായേൽക്കാരെ. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു. ചോദ്യം 19. മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഡാഷ് ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത്? ഉത്തരം കൽപ്പനകൾ. മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത്. ചോദ്യം 20. അങ്ങനെ ഇസ്രായേൽ ജനം കാനാന്യർ, ഹിത്യർ, ഡാഷ്, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു. ഒരു കൂട്ടരുടെ പേര് വിട്ടുപോയി, അതാണ് ഡാഷ് ആയിട്ടിട്ടുള്ളത്. ഉത്തരം അമോര്യർ. അങ്ങനെ ഇസ്രായേൽ ജനം കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു. ചോദ്യം 21. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും ആഷേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ ഡാഷ് മുൻപാകെ തിന്മ പ്രവർത്തിച്ചു? ഉത്തരം കർത്താവിൻ്റെ മുമ്പാകെ. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും ആഷേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന് മുമ്പാകെ തിന്മ പ്രവർത്തിച്ചു. ചോദ്യം 22. അവിടുന്ന് അവരെ മെസപ്പൊട്ടോമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ ഡാഷ് വർഷം സേവിച്ചു? ഉത്തരം 8 വർഷം. അവനെ അവർ 8 വർഷം സേവിച്ചു. ചോദ്യം 23. അവിടുന്ന് അവരെ ഡാഷ് രാജാവായ കുഷാൻ ഷിത്താമായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ 8 വർഷം സേവിച്ചു? ഉത്തരം മെസപ്പൊട്ടോമിയ രാജാവായ. അവിടുന്ന് അവരെ മെസപ്പൊട്ടോമിയ രാജാവായ കുഷാൻഡിഷാത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. രാജാവിൻ്റെ പേരൊരു വല്ലാത്ത പേരാണ്, കൃത്യമായിട്ട് വായിക്കുക. ചോദ്യം 24. കാലേബിൻ്റെ ഇളയ സഹോദരനായ പുത്രൻ ഒത്നിയേലിനെ ഡാഷ് പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു? ഉത്തരം കെനാസിൻ്റെ. ചോദ്യം 25. കാലേബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് ഡാഷ് നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു? ഉത്തരം വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു. കാലേബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിച്ചു. ചോദ്യം 26. അങ്ങനെ ദേശത്ത് 40 വർഷം ശാന്തി നിലനിന്നു. അതിനുശേഷം കെനാസിൻ്റെ മകനായ ഡാഷ് മരിച്ചു. ഒത്നിയേൽ. അങ്ങനെ ദേശത്ത് 40 വർഷം ശാന്തി നിലനിന്നു. അതിനുശേഷം കെനാസിൻ്റെ മകനായ ഡാഷ് ഒത്നിയേൽ മരിച്ചു. ചോദ്യം 27. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. അതിനാൽ അവിടുന്ന് മൊബാബ് രാജാവായ എഗ്ലോണെ ഇസ്രായേലിനെതിരെ ഡാഷ് പ്രബലനാക്കി.
ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. അതിനാൽ അവിടുന്ന് മൊബാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി. ചോദ്യം 28. ഡാഷ് ഒരു മുഴം നീളമുള്ള ഇരുവായ് തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു. ആര്? യഹൂദ്. ഏഹൂദ് ഒരു മുഴം നീളമുള്ള ഇരുവായ് തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു. ചോദ്യം 29. ഡാഷ് തടിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു. ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു. ഉത്തരം എഗ്ലോൺ തടിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു. ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു. ചോദ്യം 30. ധീരന്മാരും കരുത്തുറ്റവരുമായ ഡാഷ് മൊബാബിനെ അന്ന് അവർ കൊന്നു, ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല. ഉത്തരം 10,000-ഓളം. ധീരന്മാരും കരുത്തുറ്റവരുമായ 10,000-ഓളം മൊബാബിനെ അന്ന് അവർ കൊന്നു, ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല. ചോദ്യം 31. അങ്ങനെ മൊബാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി. ഡാഷ് വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു. ഉത്തരം 80 വർഷത്തേക്ക്. അങ്ങനെ മൊബാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി 80 വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു. ചോദ്യം 32. ഏഹൂദിൻ്റെ പിൻഗാമിയും അനാത്യത്തിൻ്റെ പുത്രനുമായ ഡാഷ് 600 ഫിലിസ്ത്യരെ ചാട്ട കൊണ്ട് കൊന്നു, അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ഉത്തരം ഷംഗാർ. ഏഹൂദിൻ്റെ പിൻഗാമിയും അനാത്യത്തിൻ്റെ പുത്രനുമായ ഷംഗാർ. ചോദ്യം 33. ഏഹൂദിൻ്റെ പിൻഗാമിയും അനാത്യത്തിൻ്റെ പുത്രനുമായ ഷംഗാർ ഡാഷ് ഫിലിസ്ത്യരെ ചാട്ട കൊണ്ട് കൊന്നു, അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ഉത്തരം 600 ഫിലിസ്ത്യരെ. ഉത്തരം 600 ഫിലിസ്ത്യരെ കൊന്നു, ചാട്ട കൊണ്ട് കൊന്നു, അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 4 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. കാനാൻ രാജാവായ യാബീനിൽ നിന്ന് ഇസ്രായേലിനെ വിമോചിപ്പിച്ചത് ആരാണ്? ഉത്തരം ദബോറ, ബാറക്ക്. കാനാൻ രാജാവായ യാബീനിൽ നിന്ന് ഇസ്രായേലിനെ വിമോചിപ്പിച്ചത് ദബോറ, ബാറക്ക്. ചോദ്യം 2. ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ വിധി തീർപ്പിന് വേണ്ടി ദബോറയെ സമീപിച്ചിരുന്നത് ആരാണ്? ഉത്തരം ഇസ്രായേൽ ജനം. ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ വിധി തീർപ്പിന് വേണ്ടി ദബോറയെ സമീപിച്ചിരുന്നത് ആരാണ്? ഉത്തരം ഇസ്രായേൽ ജനം. ചോദ്യം 3. കിഷോൺ നദിയുടെ സമീപത്ത് വെച്ച് ബാറക്കിനെ എതിർക്കുന്നത് ആരാണ്? ഉത്തരം യാബീൻ്റെ സേനാപതി സിസേറ. കിഷോർ നദിയുടെ സമീപത്ത് വെച്ച് ബാറക്കിനെ എതിർക്കുന്നത് ആരാണ്? ഉത്തരം യാബീൻ്റെ സേനാപതി സിസേറ. ചോദ്യം 4. ബാറക്കിൻ്റെ കയ്യിൽ സിസറയെ ഏൽപ്പിച്ചു തരുന്നത് ആര് എന്നാണ് ദബോറ പറഞ്ഞത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ബാറക്കിൻ്റെ കയ്യിൽ സിസറയെ ഏൽപ്പിച്ചു തരുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ചോദ്യം 5. സെബുലൂണിൻ്റെയും നഫ്താലിയെയും കേദേശിൽ വിളിച്ചു കൂട്ടിയത് ആരാണ്? ഉത്തരം ബാറക്ക്. സെബുലൂണിനെയും നഫ്താലിയെയും കേദേശിൽ വിളിച്ചു കൂട്ടിയത് ആരാണ്? ഉത്തരം ബാറക്ക്. ചോദ്യം 6. നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ എന്ന് ദബോറ ബറാക്കിനോട് പറഞ്ഞപ്പോൾ ബാറക്ക് എന്ത് ചെയ്തു? തന്നോട് കൂടെയുള്ള 10,000 പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി. നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ എന്ന് ദബോറ ബാറക്കിനോട് പറഞ്ഞപ്പോൾ ബാറക്ക് എന്ത് ചെയ്തു? തന്നോട് കൂടെയുള്ള 10,000 പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി. ചോദ്യം 7. സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തപ്പോൾ ബാറക്ക് എവിടം വരെയാണ് രഥങ്ങളെയും സൈന്യങ്ങളെയും അനുധാവനം ചെയ്തത്? ഉത്തരം അഹറോഷെത്ത് ഹഗോയിം വരെ. ചോദ്യം 8. ഹസോർ രാജാവായ യാബീൻ ആരുമായി സൗഹൃദത്തിലായിരുന്നു എന്നാണ് 4:17 പറയുന്നത്? ഹസോർ രാജാവായ യാബീൻ ആരുമായി സൗഹൃദത്തിലായിരുന്നു എന്നാണ് 4:17 പറയുന്നത്? ഉത്തരം കേന്യനായ ഹേബേറിൻ്റെ കുടുംബവുമായി. കേന്യനായ
ഹെബേറിൻ്റെ കുടുംബവുമായി. ചോദ്യം 9. ജായേൽ സിസേറയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്നാണ് 4:18, 4:19, 4:20 എന്നീ വാക്യങ്ങളിൽ പറയുന്നത്? ജായേൽ സിസേറയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്നാണ് 4:18, 4:19, 4:20 വാക്യങ്ങളിൽ പറയുന്നത്? 4:18 അവൾ അവനെ കരിമ്പടം കൊണ്ട് മൂടി, അവന് കുടിക്കാൻ പാൽ കൊടുത്തു, വീണ്ടും അവനെ പുതപ്പിച്ചു. ചോദ്യം 10. സിസേറ എന്ത് ചെയ്യുമ്പോഴാണ് ജായേൽ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചത്? ഉത്തരം ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ. സിസേറ എന്ത് ചെയ്യുമ്പോഴാണ് ജായേൽ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചത്? ഉത്തരം ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ. ചോദ്യം 11. സിസേറ ചെന്നിയിൽ മരയാണി തറച്ചത് മരിച്ചു കിടക്കുന്നത് കണ്ടതാര്? ഉത്തരം ബാറക്ക്. സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടത് ആരാണ്? ഉത്തരം ബാറക്ക്. ചോദ്യം 12. കാനാൻ രാജാവായ യാബിനെ ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയത് ആരാണ്? ഉത്തരം ദൈവം. കാനാൻ രാജാവായ യാബിനെ ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയത് ആരാണ്? ഉത്തരം ദൈവം. ഓരോ ചോദ്യത്തിൻ്റെയും ബ്രാക്കറ്റിൽ അതിൻ്റെ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോദ്യം 13. കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നത് വരെ അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇസ്രായേൽ ജനം. കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നത് വരെ അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇസ്രായേൽ ജനം. ചോദ്യം 14. ആരോട് എവിടെ വെച്ച് പറഞ്ഞു? ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരും ഇല്ലെന്ന് പറയണം. 4-ാമത്തെ 20-ാമത്തെ വാക്യമാണ്. ആരോട് പറഞ്ഞു? സിസേറ ജായേലിനോട് കൂടാരവാതിൽക്കൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഇത്. ചോദ്യം 15. ആരോട് എപ്പോൾ പറഞ്ഞു? വരിക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. 4-ാമത്തെ 22-ാമത്തെ വാക്യത്തിൽ വരിക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം പറഞ്ഞത് ബാറക്ക് സിസേറയെ പിന്തുടർന്ന് വന്നപ്പോൾ ജായേൽ സ്വീകരിക്കാൻ ചെന്ന് പറഞ്ഞതാണിത്. ചോദ്യം 16. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ചോദ്യം 14. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 24 വാക്യങ്ങൾ. ഇനി അല്പം പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങളാണ്. ചോദ്യം 17. യേഹൂദിന് ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ ഡാഷ് ചെയ്തു? ഉത്തരം തിന്മ ചെയ്തു. യേഹൂദിന് ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ ഡാഷ് ചെയ്തു? ഉത്തരം തിന്മ ചെയ്തു. ചോദ്യം 18. ഡാഷ് ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്തു? ഉത്തരം യേഹൂദിന് ശേഷം. ഡാഷ് ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്തു? ഉത്തരം യേഹൂദിന് ശേഷം. ചോദ്യം 19. കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ ഡാഷ് വിട്ടുകൊടുത്തു? ഹറോഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവിടെ സേനാധിപതി. ഉത്തരം യാബിന് വിട്ടുകൊടുത്തു. 4-ാം അധ്യായം 2-ാം വാക്യമാണ്. യാബിന് വിട്ടുകൊടുത്തു. ചോദ്യം 20. ഹറോഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന ഡാഷ് ആയിരുന്നു അവൻ്റെ സേനാപതി. അവന് 900 ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ചു. ഉത്തരം സിസേറ. 4-ാം അധ്യായം 2-ഉം 3-ഉം വാക്യങ്ങളിലെ വചനങ്ങളാണ് കാണുന്നത്. ചോദ്യം 21. ഹറേഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവൻ്റെ സേനാപതി. അവന് 900 ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ ഡാഷ് ക്രൂരമായി പീഡിപ്പിച്ചു. എത്ര വർഷം? 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ചു. ചോദ്യം 22. അന്ന് ലപ്പോദോത്തിൻ്റെ ഭാര്യയായ ഡാഷ് പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത്? ഉത്തരം ദബോറ. 4-ാം അധ്യായം 4-ാം വാക്യം അനുസരിച്ച് അന്ന് ലപ്പോദോത്തിൻ്റെ ഭാര്യയായ ഡാഷ് പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത്? ഉത്തരം ദബോറ. ചോദ്യം 23. അവൾ എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബഥേലിനും ഇടയിലുള്ള ദബോറായുടെ ഡാഷ് കീഴിലിരിക്കുക പതിവായിരുന്നു? 4-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് അവൾ എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബഥേലിനും ഇടയ്ക്കുള്ള
ദബോറായുടെ ഡാഷ് കീഴിലിരിക്കുക പതിവായിരുന്നു? ഉത്തരം ഈന്തപ്പനയുടെ കീഴിൽ. ചോദ്യം 24 ഡാഷ് അവളോട് പറഞ്ഞു, നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. 4-8 വാക്യത്തിൽ ഡാഷ് അവളോട് പറഞ്ഞു, നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. ഉത്തരം ബാറക്ക. ചോദ്യം 25 അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോരാം, പക്ഷെ നിൻ്റെ ഈ വഴി നിന്നെ മഹത്വത്തിലെത്തിക്കുകയില്ല. കർത്താവ് ഡാഷ് ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും. ഉത്തരം സിസേറയെ. കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും. ചോദ്യം 26 കേനാന്യനായ ഹെബേർ മോശയുടെ അമ്മായപ്പനായ ഹോബാബിൻ്റെ വംശജരായ കേന്യരെ വിട്ടുപോകുന്ന കേദേശിനടുത്ത് ഡാഷ് ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചു. ഉത്തരം സനാന്നീമിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചു. ചോദ്യം 27 അബിനോവാമിൻ്റെ മകനായ ബാറക് ഡാഷ് മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറ കേട്ടു. ഉത്തരം താബോർ. അബിനോവാമിൻ്റെ മകനായ ബാറക് മലയിലേക്ക് നീങ്ങിയിരിക്കുന്ന സിസേറ കേട്ടു. ഉത്തരം താബോർ. ചോദ്യം 28 അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു, അവൾ അവനെ ഒരു ഡാഷ് കൊണ്ട് മൂടി. ഉത്തരം കരിമ്പണം കൊണ്ട് മൂടി. അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു, അവൾ അവനെ ഒരു ഡാഷ് കൊണ്ട് മൂടി. ഉത്തരം കരിമ്പടം. ഏതെങ്കിലും ചോദ്യങ്ങൾ സ്പീഡ് കൂടി പോകുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് അത് വായിച്ച് അതിനുശേഷം പഠിച്ചിട്ട് അടുത്തതിലേക്ക് കിടക്കുക കേട്ടോ. ചോദ്യം 29 അവൻ അവളോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരിക. അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ ഡാഷ് കൊടുത്തു. ഉത്തരം പാൽ കൊടുത്തു. അവൻ അവളോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരിക. അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ കൊടുത്തു. ഉത്തരം പാൽ. ചോദ്യം 30 അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ ഡാഷ് ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി. ഉത്തരം യാബിനെ. അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി. ഉത്തരം യാബിനെ കീഴ്പ്പെടുത്തി. 23 വാക്യത്തിൽ. ചോദ്യം 31 ഡാഷ് രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഉത്തരം കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലാണ് ഈ ഒരു ചോദ്യം കാണുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 5 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1 ദബോറായുടെ കീർത്തനം ആലപിച്ചത് ആരാണ്? ഉത്തരം ദബോറായും അബിനോബാമിൻ്റെ പുത്രൻ ബാറക്കും. ചോദ്യം 2 ദബോറായുടെ കീർത്തനത്തിൽ പാടിപ്പുകഴ്ത്തുന്നത് ആരെയാണ്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ. ദബോറായുടെ കീർത്തനത്തിൽ പാടിപ്പുകഴ്ത്തുന്നത് ആരെയാണ്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ. ചോദ്യം 3 സഞ്ചാരികളുടെ പോക്ക് നിലച്ചതും യാത്രക്കാർ ഊടുവഴികൾ തേടിയതും ആരുടെ കാലത്താണ്? ഉത്തരം അനാത്തിൻ്റെ മകൻ ഷങ്കാറിൻ്റെ കാലത്തും ജായേലിൻ്റെ കാലത്തും. ചോദ്യം 4 ദബോറ എന്ന് എത്ര പ്രാവശ്യം ദബോറായുടെ കീർത്തനത്തിൽ ആവർത്തിക്കുന്നുണ്ട്? ഉത്തരം 4 പ്രാവശ്യം. അഞ്ച് 1, 5, 7, 5, 12, 5, 15 4 പ്രാവശ്യം. ചോദ്യം 5 പട്ടണവാതിക്കലേക്ക് അണിയായി നീങ്ങിയതാരാണ്? ഉത്തരം കർത്താവിൻ്റെ ജനം. പട്ടണവാതിൽക്കലേക്ക് അണിയായി നീങ്ങിയതാരാണ്? ഉത്തരം കർത്താവിൻ്റെ ജനം. ചോദ്യം 6 താഴേക്ക് അണിയായി നീങ്ങിയതാരാണ്? ഉത്തരം ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ. താഴേക്ക് അണിയായി നീങ്ങിയത് ആരാണ്? ഉത്തരം ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ.
ചോദ്യം 7. ശക്തന്മാർക്കെതിരെ അണിയണിയായി ഇറങ്ങി വന്നത് ആരാണ്? ഉത്തരം കർത്താവിൻ്റെ ജനം. ശക്തന്മാർക്കെതിരെ അണിയണിയായി ഇറങ്ങി വന്നത് ആരാണ്? ഉത്തരം കർത്താവിൻ്റെ ജനം. ചോദ്യം 8. എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടത് ആരാണ്? ഉത്തരം കർത്താവിൻ്റെ ജനം. എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടത് ആരാണ്? ഉത്തരം കർത്താവിൻ്റെ ജനം. ചോദ്യം 9. താഴേക്ക് അണിയണിയായി നീങ്ങിയത് ആരാണ്? മാഖീറിൽ നിന്ന് സേനാപതികളും സൈന്യാധിപൻ്റെ ദണ്ഡ് വഹിച്ചവരും. താഴേക്ക് അണിയണിയായി നീങ്ങിയത് ആരാണ്? 5-ാം അധ്യായം 14-ാമത്തെ വാക്യപ്രകാരം താഴേക്ക് അണിയണിയായി നീങ്ങിയത് ആരാണ്? മാഖീറിൽ നിന്ന് സേനാപതികളും സൈന്യാധിപൻ്റെ ദണ്ഡ് വഹിച്ചവരും. ചോദ്യം 10. ബറാക്കിനോട് വിശ്വസ്തനായ ഗോത്രം ഏതാണ്? ഉത്തരം ഇസാക്കർ. ബറാക്കിനോട് വിശ്വസ്തനായ ഗോത്രം ഏതാണ്? ഉത്തരം ഇസാക്കർ. ചോദ്യം 11. കപ്പലുകളോടൊപ്പം വസിച്ചത് ആരാണ്? ഉത്തരം ദാൻ. കപ്പലുകളോടൊപ്പം വസിച്ചത് ആരാണ്? ഉത്തരം ദാൻ. ചോദ്യം 12. കൊള്ളയടിക്കാൻ വെള്ളി കിട്ടാത്തത് ആർക്കാണ്? ഉത്തരം പ്രത്യാക്രമണം നടത്തിയ കാനാൻ രാജാക്കന്മാർക്ക്. കൊള്ളയടിക്കാൻ വെള്ളി കിട്ടാത്തത് ആർക്കാണ്? 5-ാം അധ്യായം 19-ാമത്തെ വാക്യപ്രകാരം കൊള്ളയടിക്കാൻ വെള്ളി കിട്ടാത്തത് പ്രത്യാക്രമണം നടത്തിയ കാനാൻ രാജാക്കന്മാർക്ക്. ചോദ്യം 13. കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ആര്? കേന്യനായ ഹെബേറിൻ്റെ ഭാര്യ ജായേൽ. 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ആരാണ്? കേന്യനായ ഹേറബിൻ്റെ ഭാര്യ ജായേൽ. ചോദ്യം 14. 5-ാം അധ്യായം 27-ാം വാക്യം അനുസരിച്ച് നിലം പതിച്ച സിസേറയ്ക്ക് സംഭവിച്ചെന്താണ്? ഉത്തരം അവളുടെ, അതായത് ജായേലിൻ്റെ കാൽക്കൽ നിശ്ചലനായി കിടന്നു. അവളുടെ കാൽക്കൽ അവൻ വീണു, അവിടെ തന്നെ മരിച്ചു വീണു. ചോദ്യം 15. ദബോറ ബാറക്ക് ന്യായപാലനം എത്ര വർഷമായിരുന്നു? 40 വർഷം. ഉത്തരം 40 വർഷം. ദബോറ ബാറക്ക് ന്യായപാലനം എത്ര വർഷമായിരുന്നു? ഉത്തരം 40 വർഷം. ചോദ്യം 16. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 5-ൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 31 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 31 വാക്യങ്ങൾ. അടുത്തതായിട്ട് പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങളാണ് 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 17-ാമത്തെ ചോദ്യം. അന്ന് ദബോറായും അബിനോബാമിൻ്റെ പുത്രൻ ഡാഷ് ഇങ്ങനെ പാടി: നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. ഉത്തരം ബാറക്കും. അന്ന് ദബോറയും അബിനോബാമിൻ്റെ പുത്രൻ ബാറക്കും. ചോദ്യം 18. കർത്താവെ, അങ്ങ് സെയറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഡാഷ് പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. ഉത്തരം ഏദോം പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ. 5-ാമത്തെ വാക്യത്തിലാണ് ഈ വചനം കാണുക. ഉത്തരം ഏദോം. ചോദ്യം 19. അനാത്തിൻ്റെ മകൻ ഡാഷ് കാലത്തും ജായലിൻ്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചു. യാത്രക്കാർ ഊടുവഴികൾ തേടി. ഉത്തരം ഷങ്കാറിൻ്റെ. അനാത്തിൻ്റെ മകൻ ഷങ്കാറിൻ്റെ കാലത്തും. 6-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. ചോദ്യം 20. അനാത്തിൻ്റെ മകൻ ഷങ്കാറിൻ്റെ കാലത്തും ജായലിൻ്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചു. യാത്രക്കാർ ഡാഷ് തേടി. ഉത്തരം ഊടുവഴികൾ. 6-ാമത്തെ വാക്യത്തിലെ ചോദ്യമാണ്. ഉത്തരം ഊടുവഴികൾ. യാത്രക്കാർ ഊടുവഴികൾ തേടി. ചോദ്യം 21. ഡാഷ് നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷിവലർ അറ്റുപോയിരുന്നു. ഉത്തരം ദബോറ.
നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷിവലർ അറ്റുപോയിരുന്നു. 7-ാമത്തെ വാക്യത്തിലാണ് കാണുക. ചോദ്യം 22. ഇസ്സാക്കറിൻ്റെ പ്രഭുക്കന്മാർ ദബോറായോട് കൂടി വന്നു. ഡാഷ്. ഉത്തരം ഇസ്സാക്കർ. ചോദ്യം 23. സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനമാണ് ഡാഷ്. യുദ്ധക്കളത്തിൽ നഫ്തലിയും മരണം വരിച്ചു. ഉത്തരം സെബുലൂൺ. സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനമാണ് സെബുലൂൺ. യുദ്ധക്കളത്തിൽ നഫ്താലിയും മരണം വരിച്ചു. ചോദ്യം 24. സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനമാണ് സെബുലൂൺ. ഡാഷിൽ നഫ്താലിയും മരണം വരിച്ചു. ഉത്തരം യുദ്ധക്കളത്തിൽ. സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനമാണ് സെബുലൂൺ. ഡാഷിൽ നഫ്താലിയും മരണം വരിച്ചു. ഉത്തരം യുദ്ധക്കളത്തിൽ. ചോദ്യം 25. കേന്യനായ ഹെബേറിൻ്റെ ഭാര്യ ഡാഷ് ആകട്ടെ കൂടാരവാസികൾ ഏറ്റവും ധന്യയായിരുന്നു. ഉത്തരം ജായേൽ. കേന്യനായ ഹെബേറിൻ്റെ ഭാര്യ ഡാഷ് ആകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യയായിരുന്നു. ഉത്തരം ജായേൽ. ചോദ്യം 26. അവൾ കൂടാരത്തിൻ്റെ ഡാഷ് കയ്യിലെടുത്തു, വലത്ത് കൈയിൽ വേലക്കാരുടെ ചുറ്റുകയും അവൾ സിസേറയെ ആഞ്ഞടിച്ചു, അവൻ്റെ തല തകർത്തു. ഉത്തരം മരയാണി. അവൾ കൂടാരത്തിൻ്റെ മരയാണി കയ്യിലെടുത്തു. ചോദ്യം 27. സിസേറയുടെ അമ്മ കിളിവാതിലൂടെ എത്തി നോക്കി ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു, അവൻ്റെ ഡാഷ് വൈകുന്നത് എന്തുകൊണ്ട്? ഉത്തരം രഥം. സിസേറയുടെ അമ്മ കിളിവാതിലൂടെ എത്തി നോക്കി ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു, അവൻ്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട്? ചോദ്യം 28. കർത്താവെ, നിൻ്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിൻ്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെ ആകട്ടെ. തുടർന്ന് ഡാഷ് രാജ്യത്ത് ശാന്തി നിലനിന്നു. ഉത്തരം 40 വർഷം. ഉത്തരം 40 വർഷം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 6 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ അവരെ ആക്രമിച്ചിരുന്നത് ആരാണ്? ഉത്തരം മിദിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും. മിദിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും. ചോദ്യം 2. അധ്യായം 6 4-ാം വാക്യം അനുസരിച്ച് ഇസ്രായേലിനെതിരെ താവളമടിച്ചത് ആരാണ്? ഉത്തരം മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ. മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ. ചോദ്യം 3. ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് അയച്ചത് ആരെയാണ്? ഒരു പ്രവാചകനെ. ഉത്തരം ഒരു പ്രവാചകനെ. ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് അയച്ചത് ഒരു പ്രവാചകനെ. ചോദ്യം 4. അധ്യായം 6:10 നിങ്ങൾ വന്ദിക്കരുത് എന്ന് കർത്താവ് ഉദ്ബോധിപ്പിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ. ചോദ്യം 5. മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി ഗിദെയോൻ എവിടെയാണ് ഗോതമ്പ് മെതിച്ചത്? ഉത്തരം മുന്തിരിച്ചക്കിൽ. മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി ഗിദെയോൻ എവിടെയാണ് ഗോതമ്പ് മെതിച്ചത്? ഉത്തരം മുന്തിരിച്ചക്കിൽ. ചോദ്യം 6. അധ്യായം 6 12-ാമത്തെ വാക്യത്തിൽ ഗിദെയോനെ കർത്താവിൻ്റെ ദൂതൻ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ധീരനും ശക്തനുമായ മനുഷ്യൻ. ധീരനും ശക്തനുമായ മനുഷ്യൻ. ചോദ്യം 7. ഗിദെയോനെ കർത്താവ് എന്തിനു വേണ്ടിയാണ് അയച്ചത്? ഉത്തരം സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രായേലിനെ മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുവാൻ. സർവ്വശക്തിയോടും കൂടി പോയി ഇസ്രായേലിനെ മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുവാൻ. ചോദ്യം 8.
ഒറ്റയാളെ എന്ന പോലെ മിദിയാൻകാരെ നിഗ്രഹിക്കാൻ കർത്താവ് ഗിദെയോനെ അയച്ചപ്പോൾ അവനോട് എന്താണ് വാഗ്ദാനം ചെയ്തത്? ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഒറ്റയാളെ എന്ന പോലെ മിദിയാൻകാരെ നിഗ്രഹിക്കുവാൻ കർത്താവ് ഗിദെയോനെ അയച്ചപ്പോൾ അവനോട് എന്താണ് വാഗ്ദാനം ചെയ്തത്? ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ചോദ്യം 9. ഗിദെയോൻ ഓക്കുമരത്തിൽ കീഴിൽ കർത്താവിൻ്റെ ദൂതന് കാഴ്ച സമർപ്പിച്ചപ്പോൾ ദൂതൻ പറഞ്ഞത് എന്താണ്? ഗിദെയോൻ ഓക്കുമരത്തിന് കീഴിൽ കർത്താവിൻ്റെ ദൂതന് കാഴ്ച സമർപ്പിച്ചപ്പോൾ ദൂതൻ പറഞ്ഞത് എന്താണ്? ഉത്തരം: ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേൽ ഒഴിക്കുക. ചോദ്യം 10. 6:28 അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ കണ്ടത് എന്താണ്? ബാലിൻ്റെ യാഗപീഠം തകർന്നിരിക്കുന്നു, അടുത്തുണ്ടായിരുന്ന അക്ഷേര പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നു, പുതിയതായി പണിത ബലിപീഠത്തിൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നു. ചോദ്യം 11. അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ, ആരെക്കുറിച്ച് പറഞ്ഞു? ഉത്തരം: യോവാഷ് ബാലിനെക്കുറിച്ച്. അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ, ആരെക്കുറിച്ച് പറഞ്ഞു? ഉത്തരം: യോവാഷ് ബാലിനെക്കുറിച്ച്. ചോദ്യം 12. മിദിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും ഒന്നിച്ചുകൂടി ഡാഷ് കടന്ന് ജസ്രയേൽ താഴ്വരയിൽ താവളമടിച്ചു. ഉത്തരം: ജോർദാൻ. ചോദ്യം 13. ഗിദെയോൻ ഏതെല്ലാം ഗോത്രങ്ങളിലേക്കാണ് സന്ദേശവാഹകരെ അയച്ചത്? മനാസയെ, ആഷേർ, സെബുലൂൺ, നഫ്താലി. മനാസെ, ആഷേർ, സെബുലൂൺ, നഫ്താലി. ചോദ്യം 14. ഗിദെയോൻ ദൈവത്തോട് ചോദിച്ച രണ്ടാമത്തെ അടയാളത്തിൽ വസ്ത്രം എന്തുകൊണ്ടുള്ളതാണ്? ഉത്തരം: ആട്ടിൻ രോമം. ഗിദെയോൻ ദൈവത്തോട് ചോദിച്ച രണ്ടാമത്തെ അടയാളത്തിൽ വസ്ത്രം എന്തുകൊണ്ടുള്ളതാണ്? ഉത്തരം: ആട്ടിൻ രോമം കൊണ്ടുള്ളത്. ഗിദെയോൻ ദൈവത്തോട് ചോദിച്ച രണ്ടാമത്തെ അടയാളത്തിൽ വസ്ത്രം എന്തുകൊണ്ടുള്ളതാണ്? ഉത്തരം: ആട്ടിൻ രോമം. ചോദ്യം 15. അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് 6:38 പറയുന്നത് എന്താണ്? ഉത്തരം: കളത്തിൽ വിരിച്ച ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മഞ്ഞ് കാണപ്പെട്ടു, കളം മുഴുവൻ ഉണങ്ങിയുമിരുന്നു. കളത്തിൽ വിരിച്ച ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മഞ്ഞ് കാണപ്പെട്ടു, കളം മുഴുവൻ ഉണങ്ങിയുമിരുന്നു. ചോദ്യം 16. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 6 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 40 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 6 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 40. ചോദ്യം 17. ഇസ്രായേൽ ജനം കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്തു, കർത്താവ് അവരെ ഡാഷ് വർഷത്തേക്ക് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഉത്തരം: 7. ഒന്നാമത്തെ വാക്യത്തിലെ പൂരിപ്പിക്കാനുള്ളതാണ്. ഉത്തരം: 7. ഇസ്രായേൽ ജനം കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്തു, കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ചോദ്യം 18. ഡാഷ് കരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു, അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ഭൂഗർഭങ്ങളും നിർമ്മിച്ചു. ഉത്തരം: മിദിയാൻകാരുടെ കരം. ചോദ്യം 19. മിദിയാൻകാരുടെ കരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു, അവരെ ഭയന്ന് പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ഉത്തരം: ഇസ്രായേൽ ജനം. ചോദ്യം 20. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. നാലാമത്തെ വാക്യമാണ്. ഉത്തരം: ഗാസായുടെ. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ചോദ്യം 21. ഡാഷ് നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു, അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഉത്തരം: മിദിയാൻ നിമിത്തം. മിദിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു, അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ചോദ്യം 22. ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു, അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു ഡാഷ് അയച്ചു, ഒരു പ്രവാചകനെ അയച്ചു. 7-ാമത്തെ വാക്യത്തിലെ ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു, അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു
പ്രവാചകനെ അയച്ചു. ചോദ്യം 23. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്. ഉത്തരം അമോര്യരുടെ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്. ചോദ്യം 24. അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഡാഷ് വന്ന് അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിന് കീഴിലിരുന്നു. ഉത്തരം ഓഫ്രായിൽ. അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഡാഷ് വന്ന് അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിന് കീഴിലിരുന്നു. ചോദ്യം 25. അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് ഡാഷ് വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിന് കീഴിലിരുന്നു. ഉത്തരം അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിൻ്റെ കീഴിലിരുന്നു. ഉത്തരം ഒരിക്കൽ കൂടി അബിയേസർ. ചോദ്യം 26. യോവാഷിൻ്റെ പുത്രൻ ഡാഷ് മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ഉത്തരം ഗിദെയോൻ. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ചോദ്യം 27. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഡാഷ് മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. 1 ഏഫ മാവ് കൊണ്ട്. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. 1 ഏഫ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. ചോദ്യം 28. ഗിദെയോൻ കർത്താവിനൊരു ബലിപീഠം പണിതു. അതിന് ഡാഷ് എന്ന് പേരിട്ടു. ഉത്തരം യാഹ്വേ ഷലോം. ഉത്തരം യാഹ്വേ ഷലോം. ചോദ്യം 29. കർത്താവിൻ്റെ ആത്മാവ് ഡാഷ് വസിച്ചു. അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. ഉത്തരം ഗിദെയോനിൽ. കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. ചോദ്യം 30. കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ ഡാഷ് ഊതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. ഉത്തരം കാഹളമൂതി. കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. ചോദ്യം 31. അങ്ങനെ തന്നെ സംഭവിച്ചു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് ഡാഷ് പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. ഉത്തരം വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 7 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. മിദിയാൻകാരെ തോൽപ്പിക്കുവാൻ അതിരാവിലെ എഴുന്നേറ്റ് ഗിദെയോനും സംഘവും പാളയം അടിച്ചത് എവിടെയാണ്? ഉത്തരം ഹാരോദ് നീരുറവയ്ക്ക് സമീപം. മിദിയാൻകാരെ തോൽപ്പിക്കുവാൻ അതിരാവിലെ എഴുന്നേറ്റ് ഗിദെയോനും സംഘവും പാളയം അടിച്ചത് എവിടെയാണ്? ഉത്തരം ഹാരോദ് നീരുറവയ്ക്ക് സമീപം. ചോദ്യം 2. മിദിയാൻ്റെ താവളം എവിടെയായിരുന്നു? ഉത്തരം വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ. മിദിയാൻകാരുടെ താവളം വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ. ചോദ്യം 3. ന്യായാധിപന്മാർ 7:3 ആശയം വരുന്ന വേറൊരു പഴയ നിയമ പുസ്തകം ഏതാണ്? ഉത്തരം നിയമാവർത്തനം 20 അധ്യായം 8 വാക്യം. ന്യായാധിപന്മാർ 7:3 ആശയം വരുന്ന വേറൊരു പഴയ നിയമ പുസ്തകം നിയമാവർത്തനം 20:8. ചോദ്യം 4. ഏത് ജലാശയത്തിനരികെ വെച്ചാണ് ഗിദെയോൻ സംഘത്തെ കർത്താവ് പരിശോധിച്ചത്? ഉത്തരം ഹാരോദ് നീരുറവ. ഏത് ജലാശയത്തിനരികെ വെച്ചാണ് ഗിദെയോൻ സംഘത്തെ കർത്താവ് പരിശോധിച്ചത്? ഉത്തരം ഹാരോദ് നീരുറവ. ചോദ്യം 5. എത്ര പേരെ കൊണ്ടാണ് കർത്താവ് ഇസ്രായേൽ ജനത്തെ മിദിയാൻകാരിൽ നിന്ന് വീണ്ടെടുത്തത്? ഉത്തരം ഗിദെയോൻ്റെ നേതൃത്വത്തിൽ 300 പേരെ കൊണ്ട്. ഇണ്ട എന്നുള്ള വാക്ക് ഇവിടെ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ആ ഇണ്ട ഒപ്പിച്ച് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം 6. ഗിദെയോൻ്റെ 300 പേര് അടങ്ങുന്ന സംഘം ജനത്തിൽ നിന്ന് ശേഖരിച്ചത് എന്താണ്? ഉത്തരം കാഹളങ്ങളും ഭരണികളും.
ഗിദെയോൻ്റെ 300 പേരടങ്ങുന്ന സംഘം ജനത്തിൽ നിന്ന് ശേഖരിച്ചത് എന്താണ്? ഉത്തരം കാഹളങ്ങളും ഭരണികളും. ഉത്തരം ഒരിക്കൽ കൂടി, കാഹളങ്ങളും ഭരണികളും. ചോദ്യം 7. ഗിദെയോൻ ഭൃത്യൻ പൂരായോടുകൂടെ ആരുടെ പുറം താവളത്തിലേക്കാണ് ഇറങ്ങിച്ചെന്നത്? ആയുധധാരികളായ ശത്രുഭടന്മാരുടെ. ഗിദെയോൻ ഭൃത്യൻ പൂരായോടുകൂടെ ആരുടെ പുറം താവളത്തിലേക്കാണ് ഇറങ്ങിച്ചെന്നത്? ഉത്തരം ആയുധധാരികളായ ശത്രുക്കളുടെ അടുക്ക്. ചോദ്യം 8. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദ്യാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല എന്ന് ഗിദെയോനോട് കർത്താവ് പറഞ്ഞത്? ഉത്തരം സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചു എന്ന് ഇസ്രായേൽ കർത്താവിന് നേരെ നോക്കി വീമ്പടിച്ചേക്കും. ചോദ്യം 9. 7 അധ്യായം 14 വാക്യത്തിൽ ഗിദെയോനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഇസ്രായേലിനായ യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ. 7 അധ്യായം 14 ഗിദെയോനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഇസ്രായേലിനായ യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ. ഇസ്രായേലിനായ യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ. ചോദ്യം 10. മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ വെട്ടുക്കിളികൾ പോലെ അസംഖ്യമായിരുന്നത് എന്താണ്? ഉത്തരം മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ എന്നിവരുടെ കൂട്ടം. മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ വെട്ടുക്കിളികൾ പോലെ അസംഖ്യമായിരുന്നത് എന്താണ്? ഉത്തരം മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ എന്നിവരുടെ കൂട്ടം. ചോദ്യം 11. മിദിയാൻകാരുടെ താവളത്തിലേക്ക് ഉരുണ്ടുരുണ്ട് വന്ന് കൂടാരത്തെ മേൽകീഴായി മറിച്ചത് എന്താണ്? ഉത്തരം ഒരു ബാർലിയപ്പം. ഉത്തരം ഒരു ബാർലിയപ്പം. ഇണ്ട ഇവിടെ മിസ്സിംഗ് ആണ്. മിദിയാൻകാരുടെ താവളത്തിലേക്ക് ഉരുണ്ടുരുണ്ട് വന്ന് കൂടാരത്തെ മേൽക്കീഴായി മറിച്ചത് എന്ത്? ഒരു ബാർലിയപ്പം. ചോദ്യം 12. മിദിയാൻ പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി ആദ്യ കാഹളം മുഴക്കിയ ഗിദെയോൻ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം 100 പേര്. മിദിയാൻ പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി ആദ്യ കാഹളം മുഴക്കിയ ഗിദെയോൻ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം 100 പേര്. ചോദ്യം 13. തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ മിദിയാൻ പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചത് ആരാണ്? ഉത്തരം കർത്താവ്. തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ മിദിയാൻ പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചത് ആരാണ്? ഉത്തരം കർത്താവ്. ചോദ്യം 14. മിദിയാൻ പട്ടാളം ഡാഷ് ലക്ഷ്യമാക്കി ബക്ഷിത്ത വരെയും താബാത്തിൽ കൂടി അബൽമെഹാലായുടെ അതിരുവരെയും ഓടി? ഉത്തരം സേരേറ ലക്ഷ്യമാക്കി. സെരേറ. ചോദ്യം 15. മിദിയാനെ പിന്തുടരവേ എഫ്രൈംകാർ പിടികൂടിയ മിദിയാൻ പ്രഭുക്കൾ ആരാണ്? ഉത്തരം ഓറബ്, സേബ്. ചോദ്യം 16. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 6 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 6 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25 വാക്യങ്ങൾ. അടുത്തായിട്ട് പൂരിപ്പിക്കാനുള്ള ഭാഗമാണ്. ചോദ്യം 17. മിദിയാൻ്റെ താവളം ഡാഷ് മോറിയ കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു? ഉത്തരം വടക്ക്. മിദിയാൻ്റെ താവളം വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു. മിദിയാൻ്റെ താവളം വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു. ചോദ്യം 18. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ ഡാഷ്കാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. ഉത്തരം മിദിയാൻകാരെ. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. ചോദ്യം 19. ഗിദെയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, ഡാഷ് പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം. ഉത്തരം നായയെപ്പോലെ. ഗിദെയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, നായയെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം. ചോദ്യം 20. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, വെള്ളം നക്കി കുടിക്കുന്ന ഡാഷ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. ഉത്തരം 300 പേരെ കൊണ്ട്. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, വെള്ളം നക്കി കുടിക്കുന്ന ഡാഷ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. ഉത്തരം 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും.
ചോദ്യം 21. ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഡാഷ് അരികിലേക്ക് ചെല്ലുക, ഞാനത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ഉത്തരം താവളത്തിനരികിലേക്ക്. ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക, ഞാനത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ചോദ്യം 22. ഡാഷ് ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. 13ാമത്തെ വാക്യത്തിലാണ്. ഉത്തരം ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. 13ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. ചോദ്യം 23. അവൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ഇത് ഇസ്രായേലിനായ ഡാഷ് പുത്രൻ ഗിദെയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ഉത്തരം യോവാഷിൻ്റെ. അവൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ഇത് ഇസ്രായേലിനായ ഡാഷ് പുത്രൻ ഗിദെയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ഉത്തരം യോവാഷിൻ്റെ. ചോദ്യം 24. സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഡാഷ് ദൈവത്തെ വണങ്ങി. ഉത്തരം ഗിദെയോൻ. 15ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിദെയോൻ ദൈവത്തെ വണങ്ങി. സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിദെയോൻ ദൈവത്തെ വണങ്ങി. ചോദ്യം 25. ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഡാഷ് വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിദെയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. ചോദ്യം 26. മധ്യായാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിദെയോനും കൂടെയുള്ള ഡാഷ് പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി. 100 പേരും. ഉത്തരം 100 പേരും. മധ്യായാമം ആരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി. ചോദ്യം 27. 3 ഗണങ്ങളും കാഹളം മുഴക്കി. ഭരണികൾ ഉടച്ചു. ഇടത്ത് കൈയിൽ ഡാഷ്, വലത്ത് കൈയിൽ കാഹളവും പിടിച്ചു. ഉത്തരം പന്തവും. 20ാമത്തെ വാക്യമാണ്. 3 ഗണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു. ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ കാഹളവും പിടിച്ചു. ചോദ്യം 28. മിദിയാനെ പിന്തുടരവേ ഡാഷ് എന്നീ മിദിയാൻ പ്രഭുക്കളെ അവർ പിടികൂടി. 25ാമത്തെ വാക്യം. ഓറെബ്, സേബ്. മിദിയാനെ പിന്തുടരവേ ഓറെബ്, സേബ് എന്നീ മിദിയാൻ പ്രഭുക്കളെ അവർ പിടികൂടി. 25ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണാനായിട്ട് സാധിക്കുക. ചോദ്യം 29. ഓറെബ് ശിലയിൽ വെച്ചും ഡാഷ് സേബ് മുന്തിരിച്ച ചക്കിനരികെ വെച്ചും കൊന്നുകളഞ്ഞു. ഉത്തരം സേബിനെ. ഓറെബ് ശിലയിൽ വെച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെ വെച്ചും കൊന്നുകളഞ്ഞു. 25ാമത്തെ വാക്യത്തിൽ ഇത് കാണാൻ പറ്റും. ചോദ്യം 30. ഓറെബിൻ്റെയും സേബിൻ്റെയും തലകൾ അവർ ഡാഷ് അക്കരെ ഗിദെയോൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. ഉത്തരം ജോർദാൻ്റെ. ഓറെബിൻ്റെയും സേബിൻ്റെയും തലകൾ അവർ ജോർദാൻ്റെ അക്കരെ ഗിദെയോൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 8ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. മിദിയാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും എഫ്രായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചത് ആരാണ്? ഉത്തരം ദൈവം. മിദിയാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും എഫ്രായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചത് ആരാണ്? ഉത്തരം ദൈവം. ചോദ്യം 2. തൻ്റെ അനുയായികൾക്കൊപ്പം അപ്പം കൊടുക്കുവാൻ ഗിദെയോൻ ആരോടൊക്കെ ആവശ്യപ്പെട്ടു? ഉത്തരം സുക്കോത്തിലെ ജനങ്ങളോടും പെനുവേൽ നിവാസികളോടും. തൻ്റെ അനുയായികൾക്ക് അപ്പം കൊടുക്കുവാൻ ഗിദെയോൻ ആരോടൊക്കെ ആവശ്യപ്പെട്ടു? സുക്കോത്തിലെ ജനങ്ങളോടും പെനുവേൽ നിവാസികളോടും. ചോദ്യം 3. 10,000-ഓളം ഭടന്മാരുടെ കൂടെ കാർക്കോറിൽ താവളം അടിച്ചിരുന്നത് ആരാണ്? ഉത്തരം സേബായും സൽമുന്നായും. ചോദ്യം 4. പടക്കളത്തിൽ നിന്ന് ഹെറസ് കയറ്റം വഴി മടങ്ങിയത് ആരാണ്? പടക്കളത്തിൽ നിന്ന് ഹെറസ് കയറ്റം വഴി മടങ്ങിയത് ആരാണ്? ഉത്തരം യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ. ചോദ്യം 5. ഗിദെയോൻ വഴിയിൽ പിടിച്ചു നിർത്തിയ ചെറുപ്പക്കാരൻ എഴുതി കൊടുത്ത സുക്കോത്തുകാരനായ 77 ആളുകൾ
എങ്ങനെയുള്ളവർ ആയിരുന്നു? ഉത്തരം പ്രമാണികളും ശ്രേഷ്ഠന്മാരും. ചോദ്യം 6. കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് ഗിദെയോൻ പാഠം പഠിപ്പിച്ചത് ആരെ? ഉത്തരം സുക്കോത്ത് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ. കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് ഗിദെയോൻ പാഠം പഠിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സുക്കോത്ത് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ. ചോദ്യം 7. ഗിദെയോൻ പെനുവേൽ നിവാസികളെ കൊന്നൊടുക്കിയത് എങ്ങനെയാണ്? ഉത്തരം പെനുവേൽ ഗോപുരം തകർത്ത്. ഗിദെയോൻ പെനുവേൽ നിവാസികളെ കൊന്നൊടുക്കിയത് എങ്ങനെയാണ്? ഉത്തരം പെനുവേൽ ഗോപുരം തകർത്ത്. പെനുവേൽ ഗോപുരം തകർത്ത്. ചോദ്യം 8. ഗിദെയോൻ മരിച്ച ഉടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചത് ആരെ ആരാധിച്ചാണ്? ഉത്തരം ബാൽ ദേവനെ. ഗിദെയോൻ മരിച്ച ഉടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചത് ആരെ ആരാധിച്ചാണ്? ഉത്തരം ബാൽ ദേവന്മാരെ. ചോദ്യം 9. ഗിദെയോൻ്റെ സഹോദരന്മാരെ സേബായും സൽമുന്നായും നിഗ്രഹിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം താബോറിൽ വെച്ച്. ഗിദെയോൻ്റെ സഹോദരന്മാരെ സേബായും സൽമുന്നായും നിഗ്രഹിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം താബോറിൽ വെച്ച്. ഉത്തരം ഒരിക്കൽ കൂടി, താബോറിൽ വെച്ച്. ചോദ്യം 10. യാഥറിന് സേബായെയും സൽമുന്നായും വധിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഉത്തരം നന്നേ ചെറുപ്പമായതിനാൽ അവൻ ഭയപ്പെട്ടതുകൊണ്ട്. നന്നേ ചെറുപ്പമായതിനാൽ അവൻ ഭയപ്പെട്ടു. യാഥറിന് സേബായും സൽമുന്നായും വധിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? നന്നേ ചെറുപ്പമായതിനാൽ അവൻ ഭയപ്പെട്ടു. ചോദ്യം 11. മിദിയാൻകാർ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. ഉത്തരം ഇസ്മായില്യർ ആയിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. മിദിയാൻകാർ ഇസ്മായില്യർ ആയിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. ചോദ്യം 12. ഗിദെയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്ര? ഉത്തരം 1100 ഷെക്കൽ. 1100 ഷെക്കൽ. ചോദ്യം 13. ഗിദെയോനും കുടുംബത്തിനും കെണിയായത് എന്താണ്? 8-27 വാക്യം അനുസരിച്ച് ഗിദെയോനും കുടുംബത്തിനും കെണിയായത് എന്താണ്? ഉത്തരം ഇസ്രായേൽക്കാർ എഫോദിനെ ആരാധിച്ചു, കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചത്. ചോദ്യം 14. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മരിച്ചു. ഉത്തരം വൃദ്ധനായി മരിച്ചു. ഇത് കാണുന്നത് 8-32 വാക്യത്തിലാണ്. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ വൃദ്ധനായി മരിച്ചു. ഇത് പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ്. ഏതെങ്കിലും ചോദ്യങ്ങൾ പറയുമ്പോൾ താമസം പറ്റുവാണെങ്കിൽ പോസ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചോദ്യം 15. ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ഇത് 8-ാം അധ്യായം എത്രാമത്തെ വാക്യമാണ്? ഉത്തരം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ഇത് 8-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യമാണ്? ഉത്തരം 34-ാമത്തെ വാക്യം. ചോദ്യം 16. മിദിയാൻകാരുടെ യുദ്ധത്തിന് പോയപ്പോൾ ഗിദെയോൻ വിളിക്കാത്തത് ആരെയാണ്? ഉത്തരം എഫ്രായിംകാരെ. മിദിയാൻകാരോട് യുദ്ധത്തിന് പോയപ്പോൾ ഗിദെയോൻ വിളിക്കാത്തത് ആരെയാണ്? ഉത്തരം എഫ്രായിംകാരെ. ചോദ്യം 17. അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ മെച്ചം എന്താണ്? ഉത്തരം എഫ്രായിമിലെ കാലാപിറക്കൽ. അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ മെച്ചം എന്താണ്? ഉത്തരം എഫ്രായിമിലെ കാലാപിറക്കൽ. എഫ്രായിമിലെ കാലാപിറക്കൽ. ചോദ്യം 18. ഗിദെയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന 300 പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാൻ്റെ മറുകര കടന്നു. ഉത്തരം നന്നേ ക്ഷീണിച്ചിരുന്നിട്ടും ഗിദെയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന 300 പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാൻ്റെ മറുകര കടന്നു. ചോദ്യം 19. 8-ാം അധ്യായത്തിലെ മിദിയാൻ രാജാക്കന്മാർ ആരൊക്കെയാണ്? ഉത്തരം സേബ, സൽമുന്ന. 8-ാം അധ്യായത്തിലെ മിദിയാൻ രാജാക്കന്മാർ 8-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. 8-ാം അധ്യായത്തിലെ മിദിയാൻ രാജാക്കന്മാർ സേബായും സൽമുന്നായും.
ചോദ്യം 20. എന്തിന് നിൻ്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ആരുടെ വാക്കുകളാണിത്? ഉത്തരം സുക്കോത്തിലെ പ്രമാണികളുടെ. എന്തിന് നിൻ്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ആരുടെ വാക്കുകളാണിത്? 8-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. സുക്കോത്തിലെ പ്രമാണികളുടെ വാക്കുകൾ. ചോദ്യം 21. സുക്കോത്ത് ദേശക്കാരെ പോലെ ഗിദെയോന് മറുപടി നൽകിയത് ആരാണ്? ഉത്തരം പെനുവേൽ നിവാസികൾ. സുക്കോത്ത് ദേശക്കാരെ പോലെ ഗിദെയോന് മറുപടി നൽകിയത് ആരാണ്? ഉത്തരം പെനുവേൽ നിവാസികൾ. 8-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. പെനുവേൽ നിവാസികൾ. ചോദ്യം 22. കാർക്കോറിൽ താവളം അടിച്ചിരുന്നത് ആരാണ്? ഉത്തരം സേബായും സൽമുന്നായും 10,000-ഓളം ഭടന്മാരുടെ കൂടെയാണ് താവളം അടിച്ചത്. കാർക്കോറിൽ താവളം അടിച്ചിരുന്നത് ആരാണ്? 8-ാം അധ്യായം 10-ാം വാക്യം അനുസരിച്ച് സേബായും സൽമുന്നായും 15,000-ഓളം ഭടന്മാരുടെ കൂടെ. 15,000 ആണ് കേട്ടോ. ചോദ്യം 23. യുദ്ധം ചെയ്തപ്പോൾ കൊല്ലപ്പെട്ട പൗരസ്ത്യ ദേശ സൈനികർ ആരാണ്? ഉത്തരം 1,20,000 പേർ. എത്ര പേരാണെന്നാണ് ചോദ്യം. യുദ്ധം ചെയ്തപ്പോൾ കൊല്ലപ്പെട്ട പൗരസ്ത്യ ദേശ സൈനികർ എത്ര പേരായിരുന്നു? ഉത്തരം 1,20,000 പേർ. ചോദ്യം 24. ഗിദെയോൻ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ഉത്തരം പടക്കളത്തിൽ നിന്ന് ഹെറസ് കയറ്റം വഴി മടങ്ങവേ ഗിദെയോൻ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. ചോദ്യം 25. എത്ര പേരുകളാണ് അവൻ എഴുതി കൊടുത്തത്? ഉത്തരം 77. 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ് എത്ര പേരുകളാണ് അവൻ എഴുതി കൊടുത്തത്. ഉത്തരം 77 പേരുകൾ. ഉത്തരം ഒരിക്കൽ കൂടി 77 പേരുകൾ. ചോദ്യം 26. ഗിദെയോൻ കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് പാഠം പഠിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സുക്കോത്ത് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ. 8-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ആണ് ഈ ചോദ്യം കാണുന്നത്. ഗിദെയോൻ കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് പാഠം പഠിപ്പിച്ചത് സുക്കോത്ത് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ. ഈ ചോദ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തായിരുന്നു, കുഴപ്പമില്ലെങ്കിലും. 27-ാമത്തെ ചോദ്യം. ഗിദെയോൻ്റെ ആദിജാതൻ്റെ ആരാണ്? ഉത്തരം യഥർ. 8-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഗിദെയോൻ്റെ ആദിജാതൻ യഥറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗിദെയോൻ്റെ ആദിജാതൻ്റെ പേരെന്ത്? ഉത്തരം യഥർ. ചോദ്യം 28. സേബായെയും സൽമുന്നായെയും വധിച്ചത് ആരാണ്? ഉത്തരം ഗിദെയോൻ. സേബായെയും സൽമുന്നായെയും വധിച്ചത് ആരാണ്? ഉത്തരം ഗിദെയോൻ. 8-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. സേബായെയും സൽമുന്നായെയും വധിച്ചത് ആരാണ്? ഉത്തരം ഗിദെയോൻ. ചോദ്യം 29. ഇസ്രായേൽ ജനം ഗിദെയോനോട് ആര് ഞങ്ങളെ ഭരിക്കുക എന്നാണ് പറഞ്ഞത്? ഉത്തരം നീ നിൻ്റെ പുത്രനും പൗത്രനും. ഇസ്രായേൽ ജനം ഗിദെയോനോട് ആര് ഞങ്ങളെ ഭരിക്കുക എന്നാണ് പറഞ്ഞത്? ഉത്തരം നീയും നിൻ്റെ പുത്രനും പൗത്രനും. 8-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. ചോദ്യം 31. ഗിദെയോൻ്റെ പട്ടണം ഏതാണ്? ഉത്തരം ഓഫ്ര. ഗിദെയോൻ്റെ പട്ടണത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഓഫ്ര. 8-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലാണ് ഗിദെയോൻ്റെ പട്ടണമായ ഓഫ്രയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഗിദെയോൻ്റെ പട്ടണത്തിൻ്റെ പേര് ഓഫ്ര. ചോദ്യം 32. ബാൽബറീത്തിനെ ഞങ്ങളുടെ ദൈവമാക്കിയത് ഇസ്രായേൽ ജനം ഗിദെയോൻ മരിച്ച ഉടനെ. ബാൽബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കിയത് ഇസ്രായേൽ ജനം ഗിദെയോൻ മരിച്ച ഉടനെ. ബാൽബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കിയത് എപ്പോൾ? ഇസ്രായേൽ ജനം ഗിദെയോൻ മരിച്ച ഉടനെ. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. അബിമെലെക്കിൻ്റെ അമ്മയുടെ ദേശം ഏതാണ്? ഉത്തരം ഷെക്കേം. അബിമെലെക്കിൻ്റെ അമ്മയുടെ ദേശം ഏതാണ്? ഉത്തരം ഷെക്കേം. ഉത്തരം ഒരിക്കൽ കൂടി ഷെക്കേം. ചോദ്യം 2. അബിമെലെക്കിൻ്റെ പിതൃഭവനം എവിടെയാണ്? ഉത്തരം ഓഫ്രയിൽ. അബിമെലെക്കിൻ്റെ പിതൃഭവനം എവിടെയാണ്? ഉത്തരം ഓഫ്രയിൽ. ഉത്തരം ഒരിക്കൽ കൂടി ഓഫ്രയിൽ. ചോദ്യം 3. അബിമെലെക്കിലേക്ക് ചാഞ്ഞത് ആരുടെ ഹൃദയമാണ്? ഉത്തരം ഷെക്കേം നിവാസികളുടെ. അബിമെലെക്കിലേക്ക് ചാഞ്ഞത് ആരുടെ ഹൃദയമാണ്? ഉത്തരം
ഷെക്കേം നിവാസികളുടെ. ചോദ്യം 4. നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. വൃക്ഷങ്ങൾ ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം അത്തിമരത്തോട്. നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. വൃക്ഷങ്ങൾ ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം അത്തിമരത്തോട്. ഉത്തരം ഒരിക്കൽ കൂടി, അത്തിമരത്തോട്. ചോദ്യം 5. അബിമേലെക്കിനെ ഷെക്കേമിൽ രാജാവായി വാഴിച്ചത് ആരാണ്? ഉത്തരം ഷെക്കേമിലെയും ബത്മില്ലായിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി. ഷെക്കേമിലെയും ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി. ചോദ്യം 6. അബിമേലെക്ക് താമസമാക്കിയ സ്ഥലം ഏതാണ്? ഉത്തരം അറുമ. അബിമേലെക്ക് താമസമാക്കിയ സ്ഥലം ഏതാണ്? ഉത്തരം അറുമ. 9-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. അബിമേലെക്ക് താമസമാക്കിയ സ്ഥലം ഏതാണ്? ഉത്തരം അറുമ. ചോദ്യം 9. ഷെക്കേം നിവാസികളുടെ നേതാവായി അബിമേലെക്കിനോട് പോരാടിയത് ആരാണ്? ഉത്തരം എബദിൻ്റെ പുത്രനായ ഗാൽ. ഷെക്കേം നിവാസികളുടെ നേതാവായി അബിമേലെക്കിനോട് പോരാടിയത് ആരാണ്? ഉത്തരം എബദിൻ്റെ പുത്രനായ ഗാൽ. ചോദ്യം 10. അബിമേലെക്കും സൈന്യവും ഷെക്കേമിനെതിരായി 4 ഗണങ്ങളായി പതിയിരുന്നത് എപ്പോൾ? ഉത്തരം രാത്രിയിൽ. അബിമേലെക്കും സൈന്യവും ഷെക്കേമിനെതിരായി 4 ഗണങ്ങളായി പതിയിരുന്നത് എപ്പോഴാണ്? ഉത്തരം രാത്രിയിൽ. ചോദ്യം 11. ചോദ്യം 12. 1000-ഓളം വരുന്ന ഷെക്കേം ഗോപുര നിവാസികൾ തീ വെച്ച് കൊല്ലപ്പെട്ട കോട്ട ഏതാണ്? ഉത്തരം എൽബറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ട. 1000-ഓളം വരുന്ന ഷെക്കേം ഗോപുര നിവാസികൾ തീ വെച്ച് കൊല്ലപ്പെട്ട കോട്ട എൽബറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ട. ചോദ്യം 13. അബിമേലെക്ക് പാളയമടിച്ചു പിടിച്ചടക്കിയ സ്ഥലം ഏതാണ്? ഉത്തരം തെബേസ്. ഉത്തരം തെബസ്. അബിമേലെക്ക് പാളയമടിച്ച് പിടിച്ചടക്കിയ സ്ഥലം ഏതാണ്? ഉത്തരം തെബസ്. 9-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം നമുക്ക് കാണാൻ സാധിക്കുക. ചോദ്യം 15. ആരുടെ ശാപമാണ് ഷെക്കേം നിവാസികളുടെ മേൽ പതിച്ചത്? ഉത്തരം ജെറുബ്ബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ. ജെറുബ്ബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ. ആരുടെ ശാപമാണ് ഷെക്കേം നിവാസികളുടെ മേൽ പതിച്ചത്? ഉത്തരം ജെറുബ്ബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ. ചോദ്യം 16. 9-ാം അധ്യായത്തിൽ വിവരിക്കുന്ന അബിമേലെക്ക് ആരുടെ പുത്രനായിരുന്നു? ജെറുബ്ബാലിൻ്റെ. 9-ാം അധ്യായത്തിൽ വിവരിക്കുന്ന അബിമേലെക്ക് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ജെറുബ്ബാലിൻ്റെ. ചോദ്യം 17. അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അബിമേലെക്കിനെ കുറിച്ച് പറഞ്ഞതാണ്? ഉത്തരം ഷെക്കേം നിവാസികൾ. അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അബിമേലെക്കിനെ കുറിച്ച് പറഞ്ഞതാരാണ്? ഉത്തരം ഷെക്കേം നിവാസികൾ. ഉത്തരം ഷെക്കേം നിവാസികൾ. ചോദ്യം 18. അബിമേലെക്കിൻ്റെ പിതൃഭവനം എവിടെയാണ്? ഉത്തരം ഓഫ്ര. നമ്മൾ ഈ ചോദ്യം ഒന്ന് കണ്ടതാണ്, എങ്കിലും സാരമില്ല. അബിമേലെക്കിൻ്റെ പിതൃഭവനം ഓഫ്ര. ചോദ്യം 19. ജെറുബ്ബാലിൻ്റെ ഇളയ പുത്രൻ യോത്താം രക്ഷപ്പെടാൻ കാരണം എന്താണ്? ഉത്തരം ഒളിച്ചിരുന്നത് കൊണ്ട്. ജെറുബ്ബാലിൻ്റെ ഇളയ പുത്രൻ യോത്താം രക്ഷപ്പെടാൻ കാരണം എന്താണ്? ഉത്തരം അവൻ ഒളിച്ചിരുന്നത് കൊണ്ട്. 9-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് ഈ ഒളിച്ചിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ചോദ്യം 20. യോത്താം കയറി നിന്ന മലയുടെ പേര് ഏതാണ്? 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ യോത്താം കയറി നിന്ന മല ഗരീസിം മല. ഉത്തരവൊരിക്കൽ കൂടി, ഗരീസിം മല. ചോദ്യം 21. തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചത് ആരാണ്? ഉത്തരം വൃക്ഷങ്ങൾ. 9-ാം അധ്യായം 8-ൽ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം തീരുമാനിച്ചത് ആരാണ്? തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചത് വൃക്ഷങ്ങൾ. ഉത്തരവൊരിക്കൽ കൂടി, വൃക്ഷങ്ങൾ. ചോദ്യം 22. നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. ആരുടെ വാക്കുകളാണിത്? ഉത്തരം
വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞ വാക്കുകൾ, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക, ആരുടെ വാക്കുകളാണ്? ഉത്തരം വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞ വാക്കുകൾ. ചോദ്യം 23, നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക, ആരുടെ വാക്കുകൾ? ഉത്തരം വൃക്ഷങ്ങൾ മുന്തിരിയോട്. 9-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക, ആരുടെ വാക്കുകളാണിത്? ഉത്തരം വൃക്ഷങ്ങൾ മുന്തിരിയോട് പറഞ്ഞ വാക്കുകൾ. വൃക്ഷങ്ങൾ മുന്തിരിയോട്. ചോദ്യം 24, ജീവനെ തൃണവത്കരിച്ച് മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് ഷെക്കേം നിവാസികളെ വീണ്ടെടുത്തത് ആരാണ്? ഉത്തരം ജെറുബ്ബാൽ. ജീവനെ തൃണവത്കരിച്ച് മിദിയാൻകാരുടെ കയ്യിൽ നിന്നും ഷെക്കേം നിവാസികളെ വീണ്ടെടുത്തത് ആരാണ്? ഉത്തരം ജെറുബ്ബാൽ. ചോദ്യം 25, ജെറുബ്ബാലിന് ദാസിയിൽ ജനിച്ച മകൻ ആരാണ്? ഉത്തരം അബിമെലെക്ക്. 9-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലാണ് ജെറുബ്ബാലിന് ദാസിയിൽ ജനിച്ച മകനെക്കുറിച്ച് പറയുന്നത്. ഉത്തരം അബിമെലെക്ക്. ഉത്തരം ഒരിക്കൽ കൂടി അബിമെലെക്ക്. ചോദ്യം 26, എവിടെ നിന്ന് തീ ഇറങ്ങി ഷെക്കേമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ എന്നാണ് യോത്താം പറയുന്നത്? ഉത്തരം അബിമെലെക്കിൽ നിന്ന്. എവിടെ നിന്ന് തീ ഇറങ്ങി ഷെക്കേമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ എന്നാണ് യോത്താം പറയുന്നത്? ഉത്തരം അബിമെലെക്കിൽ നിന്ന്. ചോദ്യം 27, അബിമെലെക്ക് 3 വർഷം ഭരിച്ചത് എവിടെയാണ്? ഉത്തരം ഇസ്രായേൽ. അബിമെലെക്ക് 3 വർഷം ഭരിച്ചത് എവിടെയാണ്? ഉത്തരം ഇസ്രായേൽ. 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. അബിമെലെക്ക് 3 വർഷം ഭരിച്ചത് എവിടെയാണ്? ഉത്തരം ഇസ്രായേലിൽ. ചോദ്യം 28, അബിമെലെക്കിനെ വഞ്ചിച്ചത് ആരാണ്? ഉത്തരം ഷെക്കേം നിവാസികൾ. ചോദ്യം 28, അബിമെലെക്കിനെ വഞ്ചിച്ചത് ആരാണ്? ഉത്തരം ഷെക്കേം നിവാസികൾ. 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അബിമെലെക്കിനെ വഞ്ചിച്ചത് ആരാണ്? ഉത്തരം ഷെക്കേം നിവാസികൾ. ചോദ്യം 29, ജെറുബ്ബാലിൻ്റെ എത്ര മക്കളോടാണ് അബിമെലെക്ക് അതിക്രമം കാണിച്ചത്? ഉത്തരം 70. 9, 18, 24, 55 വാക്യങ്ങളാണ് ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടുക. ജെറുബ്ബാലിൻ്റെ എത്ര മക്കളോടാണ് അബിമെലെക്ക് അതിക്രമം കാണിച്ചത്? ഉത്തരം 70 മക്കളോട്. ഉത്തരം ഒരിക്കൽ കൂടി 70 മക്കളോട്. ചോദ്യം 30, ഷെക്കേംകാർ മലമുകളിൽ ആർക്കെതിരെ ആളുകളെ പതിയിരുത്തി? ഉത്തരം അബിമെലെക്കിന്. ഷെക്കേംകാർ മലമുകളിൽ ആർക്കെതിരെ ആളുകളെ പതിയിരുത്തി? 9-ാം അധ്യായം 25 അബിമെലെക്കിനെതിരായിട്ട്. ചോദ്യം 31, വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ച ആരാണ്? ഉത്തരം ഗാലും ബന്ധുക്കളും. വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചത് ഗാലും ബന്ധുക്കളും. ചോദ്യം 32, അബിമെലെക്കിൻ്റെ കിങ്കരൻ ആരാണ്? ഉത്തരം സെബൂൾ. 9-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടുക. അബിമെലെക്കിൻ്റെ കിങ്കരൻ്റെ പേര് സെബൂൾ. ഉത്തരം ഒരിക്കൽ കൂടി സെബൂൾ. ചോദ്യം 33, ഗാലും അവൻ്റെ ആളുകളും നിനക്കെതിരെ നഗരവാസികൾ ഇളക്കുന്നു എന്ന് സെബൂൾ അബിമെലെക്കിനെ അറിയിച്ചത് എങ്ങനെയാണ്? ഉത്തരം ദൂതന്മാരെ അയച്ച്. ഗാലും അവൻ്റെ ആളുകളും നിനക്കെതിരെ നഗരവാസികൾ ഇളക്കുന്നുവെന്ന് സെബൂൾ അബിമെലെക്കിനെ അറിയിച്ചത് എങ്ങനെയാണ്? ഉത്തരം ദൂതന്മാരെ അയച്ച്. 9-ാം അധ്യായം 31-ലാണ് ഇത് കാണുക. ചോദ്യം 34, അബിമെലെക്ക് സൈന്യത്തോടുകൂടി പുറപ്പെട്ട് വയലിൽ പതിയിരിക്കേണ്ടത് എപ്പോൾ? ഉത്തരം രാത്രിയിൽ. അബിമെലെക്ക് സൈന്യത്തോടുകൂടി പുറപ്പെട്ട് വയലിൽ പതിയിരിക്കേണ്ടത് എപ്പോൾ? 9-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യത്തെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടുക. രാത്രി, അതാണ് ഉത്തരം, രാത്രിയിൽ. ചോദ്യം 35, അബിമെലെക്ക് സൈന്യത്തോടുകൂടെ പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ. അബിമെലെക്ക് സൈന്യത്തോടുകൂടി പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ. 9-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. ചോദ്യം 36, രാത്രി എത്ര ഗണമായി അബിമെലെക്ക് സൈന്യത്തെ പതിയിരുത്തി? ഉത്തരം 4. രാത്രിയിൽ എത്ര ഗണമായി അബിമെലെക്ക് സൈന്യത്തെ പതിയിരുത്തി? 9-ാം അധ്യായം 34-ാമത്തെ വാക്യപ്രകാരം 4 ഗണമായിട്ട് അബിമെലെക്ക് സൈന്യത്തെ പതിയിരുത്തി. ഉത്തരം 4. ചോദ്യം 37, പിറ്റേ ദിവസം അബിമെലെക്ക് സൈന്യത്തെ വയലിൽ പതിയിരുത്തിയത് എത്ര ഗണമായിട്ടാണ്? ഉത്തരം 3 ഗണമായിട്ട്.
ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. പിറ്റേ ദിവസം അബീമേലെക്ക് സൈന്യത്തെ വയലിൽ പതിയിരുത്തി എത്ര ഗണമായിട്ടാണ്? ഉത്തരം 3 ഗണമായിട്ട്. ഉത്തരം ഒരിക്കൽ കൂടി 3 ഗണമായിട്ട്. ചോദ്യം 38. മലയുടെ കീഴിൽ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. ആരുടെ വാക്കുകൾ? ഉത്തരം സെബൂൾ ഗാലിനോട് പറഞ്ഞത്. മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം സെബൂൾ ഗാലിനോട് പറഞ്ഞ വാക്കുകൾ. 39 ചോദ്യം. നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ? ആരുടെ വാക്കുകൾ? ഉത്തരം സെബൂളിൻ്റെ. 9 അധ്യായം 38 വാക്യത്തിൽ നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ എന്ന് ആര് പറഞ്ഞു? ഉത്തരം സെബൂള് പറഞ്ഞു. നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ? ആരുടെ വാക്കുകൾ? ഉത്തരം സെബൂളിൻ്റെ. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 10 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. തോലയുടെ വംശം ഏതാണ്? ഉത്തരം ഇസാക്കർ. തോലയുടെ വംശം ഏതാണ്? ഉത്തരം ഇസാക്കർ വംശം. തോലയുടെ വംശം ഏതാണ്? ഉത്തരം ഇസാക്കർ വംശം. ചോദ്യം 2. 30 പുത്രന്മാരുണ്ടായിരുന്ന ന്യായാധിപൻ ആരാണ്? ഉത്തരം ജായിർ. 30 പുത്രന്മാരുണ്ടായിരുന്ന ന്യായാധിപൻ ആരാണ്? ഉത്തരം ജായിർ. 10 അധ്യായം 4 വാക്യത്തിലാണ് ജായിറിനെ കുറിച്ച് പരാമർശിക്കുക. 30 പുത്രന്മാരുണ്ടായിരുന്ന ന്യായാധിപൻ ആരാണ്? ഉത്തരം ജായിർ. ചോദ്യം 3. ഹാവോത്ത് ജായിർ എന്ന സ്ഥലനാമം ഏത് ന്യായാധിപനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജായിർ. 10 അധ്യായം 4 വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. ഹാവോത്ത് ജായിർ എന്ന സ്ഥലനാമം ഏത് ന്യായാധിപനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജായിർ. ചോദ്യം 4. ഇസ്രായേൽ കർത്താവിൻ്റെ മുമ്പിൽ വീണ്ടും തിന്മ ചെയ്തു. 10 അധ്യായം ഏത് വാക്യം? ഉത്തരം 10 അധ്യായം 6 വാക്യം. ഇസ്രായേൽ കർത്താവിന് മുമ്പിൽ വീണ്ടും തിന്മ ചെയ്തു. 10 അധ്യായത്തിൽ ഇത് ഏതാമത്തെ വാക്യമാണ്? ഉത്തരം 6 വാക്യം. 10 അധ്യായം 6 വാക്യം. ചോദ്യം 5. അധ്യായം 10:8 പ്രകാരം ഇസ്രായേൽ മക്കളെ ക്രൂരമായി പീഡിപ്പിച്ചത് ആരാണ്? ഉത്തരം ഫിലിസ്തീനും അമ്മോന്യരും. ന്യായാധിപന്മാരുടെ പുസ്തകം 10 അധ്യായം 8 പ്രകാരം ഇസ്രായേൽ മക്കളെ ക്രൂരമായി പീഡിപ്പിച്ചത് ആരാണ്? ഉത്തരം ഫിലിസ്തീനും അമ്മോന്യരും. ചോദ്യം 6. ഫിലിസ്തീനും അമ്മോന്യരും 18 വർഷം പീഡിപ്പിച്ചിരുന്നത് എവിടെ വസിച്ചിരുന്ന ഇസ്രായേൽക്കാരെയാണ്? ഉത്തരം ജോർദാൻ അക്കരെ ഗിലെയാദിൽ അമ്മോന്യരുടെ സ്ഥാനത്ത് വസിച്ചിരുന്നവരെ. ജോർദാൻ അക്കരെ ഗിലെയാദിൽ അമ്മോന്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്നവരെ. ചോദ്യം 7. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ജോർദാൻ കടന്നു വന്നത് ആരാണ്? ഉത്തരം അമ്മോന്യർ. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ജോർദാൻ കടന്നു വന്നത് ആരാണ്? ഉത്തരം അമ്മോന്യർ. ചോദ്യം 8. ഇസ്രായേൽ വളരെ ക്ലേശം അനുഭവിക്കുവാൻ കാരണം എന്താണെന്നാണ് അധ്യായം 10 പറയുന്നത്? ഉത്തരം അമ്മോന്യർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതുകൊണ്ട്. അമ്മോന്യർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നതുകൊണ്ട്. ചോദ്യം 9. ആരെ സേവിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ കർത്താവിനെതിരെ പാപം ചെയ്തുവെന്ന് പറഞ്ഞത്? ഉത്തരം ബാലിനെ. ആരെ സേവിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ കർത്താവിനെതിരെ പാപം ചെയ്തു എന്ന് പറഞ്ഞത്? ഉത്തരം ബാലിനെ. ഉത്തരം ഒരിക്കൽ കൂടി ബാലിനെ. ചോദ്യം 10. കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു, ഈജിപ്തുകാർ ഡാഷ്, അമ്മോന്യർ, ഫിലിസ്തീർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? ഉത്തരം അമ്മോര്യർ. കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു, ഈജിപ്തുകാർ, അമ്മോന്യർ, ഫിലിസ്തീർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? ചോദ്യം 11. 10 അധ്യായം 12 വാക്യത്തിൽ ആരൊക്കെ ഇസ്രായേലിനെ പീഡിപ്പിച്ചു എന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം സിദോന്യരും അമലേക്യരും മാവോന്യരും. സിദോന്യരും അമലേക്യരും മാവോന്യരും. സിദോന്യരും അമലേക്യരും മാവോന്യരും. ചോദ്യം 12. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല എന്ന് കർത്താവ് പറയാൻ കാരണം എന്താണ്? ഉത്തരം ഇസ്രായേൽ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചതുകൊണ്ട്. ഇസ്രായേൽ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചതുകൊണ്ട്.
ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കില്ല എന്ന് കർത്താവ് പറയാൻ കാരണം. ചോദ്യം 13. വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കുക. ഞങ്ങൾ പാപം ചെയ്തു പോയി ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചോദ്യം 14. ഇസ്രായേലിനെതിരെ അമ്മോന്യരുടെ താവളം എവിടെയായിരുന്നു? ഉത്തരം ഗിലെയാദിൽ. ഇസ്രായേലിനെതിരെ അമ്മോന്യരുടെ താവളം എവിടെയായിരുന്നു? ഉത്തരം ഗിലെയാദിൽ. 10-ാമത്തെയും 17-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക. ഇസ്രായേലിനെതിരെ അമ്മോന്യരുടെ താവളം എവിടെയായിരുന്നു? ഉത്തരം ഗിലെയാദിൽ. ചോദ്യം 15. അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്ന ആരോ അവനായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞത്. ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞത്. ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞത്. ചോദ്യം 16. തോലായുടെ ഗോത്രം ഏതാണ്? ഇസാക്കർ. നമ്മളിതൊന്ന് കണ്ടതാണ് എങ്കിലും കുഴപ്പമില്ല, പ്രധാനപ്പെട്ട ചോദ്യമാണ്. തോലായുടെ ഗോത്രം ഏതാണ്? ഉത്തരം ഇസാക്കർ ഗോത്രം. ചോദ്യം 17. തോലായുടെ ന്യായപാലനം എത്ര കാലമായിരുന്നു? ഉത്തരം 23 വർഷം. തോലായുടെ ന്യായപാലനം എത്ര വർഷമായിരുന്നു? ഉത്തരം 23 വർഷം. തോലയുടെ ന്യായപാലനം എത്ര വർഷമായിരുന്നു? ഉത്തരം 23 വർഷം. ചോദ്യം 18. തോലയ്ക്ക് ശേഷം ഇസ്രായേലിലെ ന്യായാധിപൻ ആരായിരുന്നു? ഉത്തരം ജായിർ. തോലയ്ക്ക് ശേഷം ഇസ്രായേലിലെ ന്യായാധിപൻ ആരായിരുന്നു? ഉത്തരം ജായിർ. തോലയ്ക്ക് ശേഷം ഇസ്രായേലിലെ ന്യായാധിപൻ ആരായിരുന്നു? ഉത്തരം ജായിർ. ചോദ്യം 19. ജായിറിൻ്റെ ദേശം ഏതാണ്? ഉത്തരം ഗിലെയാദ്. ചോദ്യം 19. ജായിറിൻ്റെ ദേശം ഏതാണ്? ഉത്തരം ഗിലെയാദ്. ചോദ്യം 20. ജായിർ മരിച്ചടക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം കാമോൻ. ജായിർ മരിച്ച് അടക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം കാമോൻ. ചോദ്യം 21. കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്ത ഇസ്രായേലിനെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത് ആർക്കാണ്? ഉത്തരം ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും. കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്ത ഇസ്രായേലിനെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത് ആർക്കാണ്? ഉത്തരം ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും. ചോദ്യം 22. ജോർദാൻ കടന്ന യൂദ, ബെഞ്ചമിൻ, എഫ്രായിം ഗോത്രങ്ങളോട് യുദ്ധം ചെയ്തത് ആരാണ്? ഉത്തരം അമ്മോന്യർ. ജോർദാൻ കടന്ന യൂദ, ബെഞ്ചമിൻ, എഫ്രായിം ഗോത്രങ്ങളോട് യുദ്ധം ചെയ്തത് ആരാണ്? ഉത്തരം അമ്മോന്യർ. ചോദ്യം 23. ആരൊക്കെ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു? ഉത്തരം സിദോന്യരും അമലേക്കരും മാവോന്യരും. ചോദ്യം 23. ആരൊക്കെ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു? ഉത്തരം സിദോന്യരും അമലേക്കരും മാവോന്യരും. ചോദ്യം 24. ഞങ്ങൾ പാപം ചെയ്തു പോയി ആരുടെ വാക്കുകൾ? ഉത്തരം ഇസ്രായേൽ ജനം. ഞങ്ങൾ പാപം ചെയ്തു പോയി ആരുടെ വാക്കുകൾ? ഉത്തരം ഇസ്രായേൽ ജനം. ഞങ്ങൾ പാപം ചെയ്തു പോയി ആരുടെ വാക്കുകൾ? ഉത്തരം ഇസ്രായേൽ ജനം. ചോദ്യം 25. അമ്മോന്യർ താവളമടിച്ചത് എവിടെയാണ്? ഉത്തരം ഗിലെയാദിൽ. അമ്മോന്യർ താവളമടിച്ചത് എവിടെയാണ്? ഉത്തരം ഗിലെയാദിൽ. ചോദ്യം 26. ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് താവളമടിച്ചത് എവിടെയാണ്? ഉത്തരം മിസ്പായിൽ. ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് താവളമടിച്ചത് എവിടെയാണ്? ഉത്തരം മിസ്പായിൽ. ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് താവളമടിച്ചത് എവിടെയാണ്? ഉത്തരം മിസ്പായിൽ.